ഹല്ലേലൂയ. ഈ വലിയ അവസരത്തെ ഓർത്ത്, ഹല്ലേലൂയ, ഈ വലിയ പദവിയെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദിയുള്ളവരായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഹല്ലേലൂയ. നാം ഓടിപ്പോയ സാഹചര്യങ്ങളിൽ, നാം അവനെ വിട്ട് മാറിപ്പോയ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ തേടി വന്ന ആ വലിയ സ്നേഹത്തെ, നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന ആ പരിശുദ്ധ സ്നേഹത്താലെ നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ കരം കൊണ്ട് മുറുകെ പിടിക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തിന് ഇന്ന് രാത്രികാലം ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങാം. താങ്ക് യു ജീസസ്. ഞാനേറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മളെ വഴി നടത്തുന്ന ആ ദൈവിക സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് അല്പനിമിഷം ചേർന്ന് പാടി ആ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ താതൻ, പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ താതൻ, പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാനേറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പിടിച്ചു. ഞാനേറ്റമോടിയപ്പോ ചേർന്ന് പാടിക്കേ. ഞാനേറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പിടിച്ചു. എന്നുഖം മൃദുവെന്ന് പറഞ്ഞരികെ വിളിച്ചു, അലയുമെന്നാത്മാവിൻ ആശ്വാസം നീയേകി. എന്നുഖം മൃദുവെന്ന് പറഞ്ഞരികെ വിളിച്ചു, അലയുമെന്നാത്മാവിൻ ആശ്വാസം നീയേകി. അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ ഏറ്റു, എന്നാവു വരണ്ടപ്പോ നിത്യമാമുറവ നൽകി. അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ ഏറ്റു, എന്നാവു വരണ്ടപ്പോ നിത്യമാമുറവ നൽകി. നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ, ഉയരമോ ആഴമോ വേർപിരിപ്പാൻ ആവുമോ. നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ,
ജ്വാലയാകും നിൻ സ്നേഹവീഞ്ഞിനാലേ എന്നെ നീ സ്വന്തമാക്കി. ആദി വേണ്ട ആശ്രയമേകാൻ താൻ കാര്യങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കാര്യങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. അതുകൊണ്ട് ചേർന്ന് പാടിക്കേ. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു ഞാൻ അത്യുന്നത തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു ഞാൻ അത്യുന്നത തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക. ചേർന്ന് പാടിക്കേ. താൻ വാഴുകയാ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. ഹല്ലേലൂയ. രാത്രികാലം ഉറപ്പോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവർ ഹല്ലേലൂയ. താൻ വാഴുകയാൽ ആകുലങ്ങളില്ല. ഹല്ലേലൂയ. എൻ്റെ ഭാവിയെല്ലാം കരുതുന്ന ഒരു നല്ല പിതാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ നന്നായി കരുതുന്ന ഒരുവൻ, എന്നെ നന്നായി പുലർത്തുന്ന ഒരുവൻ ഇന്ന് രാത്രിയിലും ഈ സന്ധ്യാസമയത്തിലും
എത്ര പേർക്ക് ആ ഉറപ്പോടുകൂടി പറയുവാൻ കഴിയും, എൻ്റെ യേശു എനിക്ക് നല്ലവനായി കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ഏത് സാഹചര്യങ്ങളിലും എന്നോടൊപ്പം ഇരിക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തിന് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നന്ദിയുള്ള ഹൃദയത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവർ, താൻ വാഴുകയാൽ ആകുലങ്ങളില്ല, നാളെ കുറിച്ചുള്ള ഭീതിയില്ല. കാരണം ഭാവി എല്ലാം കരുതുന്ന ഒരു നല്ല പിതാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ ആരും എന്നെ കരുതുവാനില്ലെങ്കിലും, ഞാൻ ആരിലും ആശ്രയിക്കുന്നില്ലെങ്കിലും, ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ, ഇന്ന് രാത്രികാലം ഉറപ്പോടുകൂടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ഉറപ്പോടെ പാടാമോ? ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ഇന്ന് രാത്രികാലം ഉറപ്പോടുകൂടിയായിരിക്കുന്നവർ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ ഏത് സാഹചര്യത്തിൽ അവൻ മാത്രം മതിയായവൻ എന്നുള്ള ഉറപ്പുള്ളവർ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് ഒരുമിച്ച് ആ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനാമൻ, സുത്യനാം വന്ധ്യനാം നായകേ. 10,000 അതിശ്രേഷ്ഠനാമൻ, സുത്യനാം വന്ധ്യനാം നായകേ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനോ, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തുണ എന്നെ അനുദിനം വഴി നടത്തൂ. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തുണ എന്നെ അനുദിനം വഴി നടത്തൂ. എൻ്റെ യേശു
എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നെന്നും മതിയായവേ. എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നെന്നും മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരോ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരോ. എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നെന്നും മതിയായവേ. എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നെന്നും മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. യേശു മാത്രം. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ക്ഷോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ആമേ. രോഗശയ്യയിലെനിക്കു സഹായകനു രാക്കാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകനു രാക്കാലഗീതവും അവൻ. ഓ നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. ആമേൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹോ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ആമേൻ. ദിവ്യാത്മാവ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ആമേ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തോരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തോരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ. കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഉറപ്പോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവർ ചേർന്ന് 40 നിമിഷം കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തി തുടങ്ങാമോ? യേശു മാറാത്തവനായി നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും അവനെ ആരാധിപ്പാൻ, അവനെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ലഭിച്ചെന്നുള്ള ഉറപ്പോടുകൂടി 40 നിമിഷം എല്ലാ ധരങ്ങളും തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ Thank you, Jesus. Hallelujah. Oh, rivala baba shamtheri anthanara gantheri vaidara gana vaidabalandhuna. Oh, rivala baba shamtheri anthanara kene udala bala baba shadhala ramana gasandhere. Thank you, Jesus. Hallelujah. Nandi Yeshua, Nandi Yeshua, Nandi Yeshua, Nandi Yeshua. Hallelujah. Oriya tharala baba shakara satharala. മാറാത്തവനായി കൂടെ ഇരിക്കുന്ന വലിയ സാന്നിധ്യത്തിന് നന്ദിയപ്പാ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ പൂതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൻ പൂതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ എണ്ണി എണ്ണി സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുമ്പിൽ പതറാതെ ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുമ്പിൽ പതറാതെ കൺമണി പോ കാക്കും കാരങ്ങളാ നിന്നെ മൂടി മറച്ചില്ല. ഇന്ന് രാത്രികാലം ഉറപ്പോടുള്ള ചാർന്ന പാടിക കൺമണി പോ കാക്കും കാരങ്ങളാ നിന്നെ മൂടി മറച്ചില്ലേ
എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ യോർദാൻ കാലങ്ങി മാറിയും ജീവിത ഭാരങ്ങൾ യോർദാൻ കാലങ്ങി മാറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ ഭൂതപ്പേരീടെ നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൻ ഭൂതപ്പേരീടെ നിന്റെ വിശ്വാസ ശോധനയിൽ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ നിന്നെ താങ്ങിയ നാമമേ. സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അല്പനിമിഷം അങ്ങേ പാടുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. എത്ര മഹത്വപ്പെടുത്തിയാലും എത്ര എണ്ണിയാലും ഹല്ലേലൂയ എണ്ണമില്ലാത്ത കൃപകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഇന്നയോളം ആ വലിയ കരത്താൽ ഞങ്ങളെ താങ്ങി നടത്തുന്ന ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ മാധുര്യം ഒന്ന് രുചിച്ചറിയുവാൻ, ആ ദൈവിക സ്നേഹത്തെ ഒന്നുകൂടെ അറിയുവാൻ, രുചിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. തുടർന്നുള്ള സകല ശുശ്രൂഷകളെയും പൊന്നു പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കട്ടെ. സകല മഹത്വം അങ്ങേക്ക് മാത്രം നൽകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ 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 ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് ഇന്നയോളം ഞങ്ങളെ കരുതിയ, താങ്ങിയ കർത്താവേ, ലോർഡ് ജീസസ്, അങ്ങയുടെ അത്ഭുത കരത്തിനായി നന്ദി. ഞങ്ങൾ വീഴാതെ വണ്ണം പിതാവേ, ഞങ്ങൾ വീണു പോകാതെ വണ്ണം ഞങ്ങളെ കരുതിയ കൃപയ്ക്കായി നന്ദി. ഞങ്ങളെ വഴി നടത്തിയ കൃപയ്ക്കായി നന്ദി. അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ വർഷിപ്പിനായി, ദൈവ സാന്നിധ്യം നിറഞ്ഞ ആരാധനയ്ക്കായി കർത്താവെ, അങ്ങയുടെ മകനെ അങ്ങ് ശക്തമായി ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുന്നു പിതാവേ. താങ്ക് യു ലോർഡ് ജീസസ്. അൽഖമ ഷബാറ്റേരിയ ഹർബൽ കർത്താവെ, അങ്ങ് സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ സ്തുതിയിൽ കർത്താവെ, ഞങ്ങളുടെ സ്തുതികളിൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് പകരുന്ന പിതാവാണല്ലോ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ സാന്നിധ്യം ഓരോ ഡിവൈസിലും ഓരോരുത്തരുടെ മേലും അങ്ങ് പകർന്നതിനായി നന്ദി. ഞങ്ങളുടെ മക്കളുടെ മേൽ അങ്ങയുടെ മഹത്വത്തെ പകർന്നതിനായി നന്ദി കർത്താവേ.
ലോർഡ്, ഞങ്ങളുടെ മകനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഡാനിയൽ ജോർജ് പാസ്റ്റർ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പൊ അധികമായി ദൈവ കൃപയ്ക്കകത്ത് അങ്ങ് മൂടി മറയ്ക്കുന്നതിനായി നന്ദി. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ ചിലതിനെയൊക്കെ ബ്രേക്കുവാനുള്ള കൃപ കർത്താവ് പകരുന്നതിനായി നന്ദി. ദൈവാത്മാവിനോട് ഇടപെടുന്നു. നിങ്ങളുടെ മേൽ അസാധാരണമായ ഫെയ്ത്തിന്റെ റിലത്തെ കർത്താവ് പകരും. മടുത്തു പോകുന്നിടത്ത്, ക്ഷീണിച്ചു പോകുന്നിടത്ത് ചില ഡോറുകളെ തുറക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയെ കർത്താവ് അധികമായിട്ട് പകരും. താങ്ക് യു ലോർഡ്. ഒരു ഫെയ്ത്തിന്റെ റിലത്തെ കർത്താവ് തുറക്കും. അതിനകത്ത് ചിലതിനെ ഓപ്പൺ ചെയ്തെടുക്കുന്നത് ഞാൻ കാണുന്നു. പിതാവേ, ഞങ്ങൾ അത് പറഞ്ഞു ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ റിലങ്ങളെ തുറക്കട്ടെ. യെസ്, താങ്ക് യു ലോർഡ്. അത്ഭുത റിലങ്ങളെ തുറക്കുന്നതിനായി നന്ദി. ഞങ്ങൾ അത് പറഞ്ഞു ബ്ലസ് ചെയ്യുന്നപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷം. കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. God bless you, Pastor. Very blessed worship. God bless you. Amen. Hallelujah. அன்பான தேவனுடைய பிள்ளைகளே, இந்த இரவில் எத்தனை பேர் சந்தோஷமுள்ள இதயத்தோடு கூட கர்த்தருக்கு ஸ்தோத்திரம் பண்ணும்போது எத்தனை பேர் இந்த இரவிலே சொல்றீங்க, எண்ணி முடியாத ஆசீர்வாதங்கள், நன்மைகள் கர்த்தர் என்னுடைய வாழ்க்கையிலே ஒவ்வொரு நாளும் செய்ய போதுமானவர் என்று சொல்லி. Lord, എത്ര പേർ പറയും ആമേൻ, എന്നെ തീർക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന്. ஆமென். சங்கீதங்கள் 105 அதனுடைய 8வது வசனம் இவ்விதமாக சொல்கிறது, 1000 தலைமுறைக்கு அவர் கட்டளையிட்ட வாக்கையும் ஆபிரகாமோட அவர் பண்ணின உடன்படிக்கையும் அவர் ஈசாக்குக்கு இட்ட ஆணையும் என்றென்றைக்கும் ആമേൻ நினைத்திருக்கிறார் என்று சொல்லி. ഹല്ലേലൂയ. 5-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, ലോർഡ്, അവൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു എന്ന്. ஆமென். ஹல்லேலூயா. இந்த இரவில் பாருங்க நம்முடைய கர்த்தர் எப்படிப்பட்டவர் என்று சொல்லி, ஆமென், அவர் கட்டளையிட்டு அவர் சொன்ன வார்த்தையை 1000 തലമുറ വരേക്കും നിனைவு കൂറുകിற ഒരു കർത്തർ നം കർത്തർ. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള ദൈവമാണെന്ന് നോക്കിയേ. കർത്താവ് നിയമത്തെ താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുമെന്ന് വചനം പറയുന്നു. The word says he always stands by his covenant, the commitment he made to 1000 generation. Hallelujah. அது யார் இடத்துல சொல்லி என்று சொல்லி நம்ம பார்க்கிறோம். ஆமென். பாருங்க, ஆமென், அவர் ஆபிரகாமோட பண்ணின உடன்படிக்கையும் அவர் ஈசாக்கோட இட்ட ஆணையும் என்றென்றைக்கும் நினைத்திருக்கிறார். அந்த നിയമത്തെയും താൻ യാക്കോബിനോട് താൻ തിരഞ്ഞെടുത്ത യാക്കോബിനോടും തിരഞ്ഞെടുത്ത അബ്രഹാമിനോടും ഇസഹാക്കിനോടും ചെയ്ത സത്യം എന്നേക്കും ഓർക്കുമെന്ന് വചനം പറയുന്നു. ஆமென். இந்த நாளில் எத்தனை பேர் சொல்றீங்க ஆமென் ஹalleluya, நம்முடைய கர்த்தர் ஆமென் ஹalleluya, he always stands by his covenant. ஆமென். அவர் தம்முடைய உடன்படிக்கையில் உண்மையுள்ளவர், உடன்படிக்கையில் நிலைநிற்கிற தேவனாய் இருக்கிறார். കർത്താവ് തന്റെ വാഗ്ദത്തത്തിൽ എന്നേക്കും നിലനിൽക്കാൻ. Psalms 105 അതിന്റെ 9 വേർഡ്സ് 8-9 അതിനകത്ത് പറയുന്നു, എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ പ്രോമിസിനകത്ത് കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു എന്ന് വചനം പറയുന്നു. Amen. This is the covenant he made with Abraham and the oath he swore to Isaac. பாருங்க, யார் இடத்துல சொன்ன, ஆமென், யார் இடத்துல செய்த covenant, ஆமென் hallelujah, the covenant which he made with Abraham. பாருங்க, அப்ப ஆபிரகாம் இடத்துல சொன்னதான அந்த உடன்படிக்கை, அது போலவே வசனம் சொல்கிறது, ஆமென், ஐசக்கின் இடத்திலே ஆமென் அவர் பண்ணினதான ஆமென் hallelujah அந்த நியமம், அது பாருங்க 1000 ജനറേഷൻക്കും അവർ നിனைவு കൂർന്ന് അതിൽ ആമേൻ ആമേൻ മാറാതെ കർത്തരായി இருக்கிறார். അബ്രഹാമിനോട് ചെയ്ത നിയമം, ഇസഹാക്കിനോട് ചെയ്ത സത്യം, അത് 1000 തലമുറയോളം ഓർക്കുന്നു എന്ന് വേർഡ് പറയുന്നു. ആമേൻ. இந்த நாளில் எத்தனை பேருக்கு இந்த ஷர்ட் இருக்கிறது, ஆமேன் ஹalleluya, my God, he stands with his covenant, ஆமேன் hallelujah, he will never leave me, never forsake me. ഇന്ന് എത്ര പേർ പറയും, എന്നോട് ദൈവം ചെയ്ത ആ ഉടമ്പടിക്കകത്ത് നിന്ന് ഒരിക്കലും എന്റെ കർത്താവ് മാറിപ്പോകത്തില്ല. ஆமென். எத்தனை நாள் பாருங்க, ஜஸ்ட் அப்ரஹாம், ஆமென், ஐசக், ஆமென் ஹalleluya, ஜோசப், இப்படி அல்ல, ஆமென், for 1000 generations. ആമേൻ. അബ്രഹാം കഴിഞ്ഞ് ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, ഇങ്ങനെയല്ല അവിടെ കൊണ്ട് നിർത്തുകയല്ല, 1000 തലമുറയോളം അത് നിലനിൽക്കുക. ஆமென். நியூ கமனில் நம்ம வரும்போது ஆமென் எப்பவுமே ரிப்பீட் பண்ணிக்கிற சொல்ற வேர்ட் தான் கலேஷியன்ஸ், ஆமென் ஹalleluya 3rd சாப்டர்ல வரும்போது 29th வேர்ட் வரும்போது, if you are in Jesus Christ, you are the seed of Abraham. அப்ப பாருங்க, நீங்க தான் ஆபிரகாமினுடைய சந்ததி என்று சொல்லி வாக்குத்தத்தம் சொல்கிறது. அப்படி என்ன அதுக்கு என்ன மீனிங் தெரியுமா? ஆமென் ஹalleluya, ஆமென், ஆபிரகாமினுடைய சீடா இருக்கிற உங்களும் மேலேயும்
அமேன் அந்த கவனண்ட நினைவு கூறுகிற கர்த்தராயிருக்கிறார். നോക്കിയ ഗലേഷ്യൻസ് 3:29 അത് പറയുന്നു, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി. അപ്പൊ അബ്രഹാമിന്റെ സന്തതിയോട് കർത്താവ് എപ്പോഴും തന്റെ ഉടമ്പടിയെ ഓർക്കും. Hallelujah. அப்படி என்றால் இந்த இரவிலே அமேன் hallelujah அமேன் the relationship with you and your heavenly father, this is a covenant relationship. നീയും സ്വർഗീയ പിതാവും തമ്മിലുള്ള ആ റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഉടമ്പടി പ്രകാരമുള്ള റിലേഷനാണ്. Amen. Which covenant? Amen. The covenant he made with Abraham. ഏത് ഉടമ്പടി? അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി. Hallelujah. பாருங்க அப்ரஹாமுடைய லைஃப்ல அமேன் பல நேரத்திலேயும் பல சிச்சுவேஷன் வந்த போதும் அமேன் hallelujah the God who is faithful in his covenant, amen hallelujah, he only made the fulfillment of his own covenant. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഉടമ്പടി, ആ ഉടമ്പടിക്കകത്ത് കർത്താവ് വിശ്വസ്തയോടെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കർത്താവ് ഉടമ്പടിക്കകത്ത്. அமேன். இன்னைக்கு நாங்க உங்களை பார்த்து சொல்கிறோம், உங்களிடத்திலே கர்த்தர் வைத்திருக்கிற ரிலேஷன்ஷிப் என்று சொல்வது ஒரு கவனன் ரிலேஷன்ஷிப். என்னது? அமேன் நான் உங்களை நிச்சயமாகவே ஆசீர்வதித்து அமேன் உங்களை மல்டிப்ளை பண்ணவே அமேன் பண்ணுவேன் എന്നതാണ് ഒരു കവണൻ. കർത്താവ് നമ്മളോട് ചെയ്തിരിക്കുന്ന ദൈവമക്കളെ ഒരു ഉടമ്പടിയുടെ കവണൻ റിലേഷൻ ആണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉടമ്പടി, ആമേൻ, കർത്താവ് പറഞ്ഞിരിക്കുന്ന അത് കർത്താവ് നിവർത്തീകരിക്കും. അമേൻ. என்ன கவணன்? surely I'll bless you, amen, surely I'll multiply you. பாருங்க, அப்ப இப்படி ஒரு ஷுவர்ட்டி எதனால? amen, because of the covenant which he made with Abraham. നോക്കിയാൽ ഞാൻ നിശ്ചയമായിട്ടും നിന്നെ അനുഗ്രഹിക്കും. അമേൻ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്നെ വർദ്ധിപ്പിക്കും. അബ്രഹാമിനോട് പറഞ്ഞത് കർത്താവ് അതിനെ നിവർത്തീകരിക്കുന്നു. അമേൻ. இந்த இரவிலே உங்களுடைய சிச்சுவேஷன்ஸ் பார்க்காம எத்தனை பேர் இந்த covenant மேல அமேன் ஹalleluya அமேன் நீங்க அமேன் ஒரு ஷூரிட்டி வைக்க வாஞ்சிக்கிறீங்க. ഇന്ന് എത്ര പേർ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കാതെ ആ ഉടമ്പടിയുടെ മേൽ നിങ്ങളുടെ പ്രത്യാശ വെക്കാൻ ആഗ്രഹിക്കുന്നു. അമേൻ. பாருங்க அப்ரஹாமோட சிச்சுவேஷன் ஓகே அல்ல. அமேன் ஜீசஸ் ஹalleluya. அப்ரஹாமுக்கு 90 ஏஜ் ஆகும்போது அமேன் அவனுடைய எபிலிட்டி போய் விட்டது, அவனுடைய எஃபிஷியன்சி போய் விட்டது, அவனுடைய பாடியில இருந்த அமேன் அந்த எபிலிட்டி எல்லாம் போய் விட்டது. பட் ஹalleluya God who is faithful in his covenant, he only fulfilled his own covenant. അബ്രഹാമിന് 90 വയസ്സായപ്പോൾ കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിനകത്ത് നിർജീവത്വം വന്നു, അവന്റെ ബലം ക്ഷയിക്കുവാൻ തുടങ്ങി. പക്ഷെ ദൈവം ഉടമ്പടി പറഞ്ഞ ദൈവം വിശ്വസ്തനായിരുന്നു. ஹalleluya. இன்னைக்கு உங்களை பார்த்து நாங்க ஒரு விஷயத்தை சொல்கிறோம். ஹalleluya. the same covenant தான் இந்த அமேன் இரவிலே அமேன் ஹalleluya 1000 generation வரைக்கும் கர்த்தர் உங்களோடு பண்ணி இருப்பது. ഇതേ ഉടമ്പടിയ ദൈവമക്കളെ 1000 തലമുറ വരെയായി ദൈവം നമ്മളോടും ചെയ്തിരിക്കുന്നു. அமேன். உங்களுடைய சிச்சுவேஷன் அல்ல அமேன் இந்த நாளிலே வொர்க் அவுட் ஆகிறது. அமேன். அப்ரஹாமிக் covenant, அமேன் ஹalleluya, God who is El Shaddai, who kept his covenant, அவர் அந்த covenant உங்க லைஃப்ல நிறைவேற்ற போகிறார். ആമേൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉടമ്പടി പറഞ്ഞിരിക്കുന്നു, മനുഷ്യനല്ല, സർവശക്തനായ എൽ ഷദായ് ഗോഡാണ്, സർവശക്തനായ ദൈവമാണ്. ആ ദൈവം ആ ഉടമ്പടിയെ നിവർത്തീകരിക്കും. அமேன். இந்த இரவில் எத்தனை நபர்கள் உங்களுடைய ஹெவன்லி ஃபாதர் மேல ட்ரஸ்ட் பண்ண வாஞ்சிக்கிறீங்க, அவர் அந்த அப்ரஹாமிக் blessing உங்களுடைய லைஃப்ல manifest பண்ண வாஞ்சிக்கிறார். ഇന്ന് എത്ര പേർ ആമേൻ വിശ്വസിക്കുന്നു, അവർ ആ ഉടമ്പടി നിങ്ങളുടെ മേലും വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ஹalleluya. இந்த இரவில் விசுவசிக்கிறவர்கள் சொல்லுங்க, 1000 generation வரைக்கும் அமேன் ஹalleluya அவருடைய covenant மாறி போவதில்லை. அவர் ஐசக்கோடு செய்ததான் அந்த oath, அது ஒருபோதும் விலகி போவதில்லை. ആമേൻ. 1000 തലമുറയോളം ഉടമ്പടി മാറിപ്പോകത്തില്ല. ഇസഹാക്കിനോട് ചെയ്ത സത്യം അതൊരിക്കലും മാറിപ്പോകത്തില്ല. அமேன். அப்படி என்றால் இந்த இரவில் எத்தனை பேர் அமேன் இந்த இரவில் praise பண்ண வாஞ்சிக்கிறீங்க, thanksgiving பண்ண வாஞ்சிக்கிறீங்க, அமேன், because my heavenly father he is faithful in his covenant. ആമേൻ. എൻ്റെ കർത്താവ് ആമേൻ താൻ പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയിൽ വിശ്വസ്തനാണെന്ന് എത്ര പേർ ആമേൻ ഡിക്ലെയർ ചെയ്യുന്നു? ஹalleluya. இந்த இரவில் அமேன் வாய்களை திறந்து சொல்லுங்க, அமேன் surely I'll blessed. ஹalleluya. வாய்களை திறந்து சொல்லுங்க, surely I'll multiplied. നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വർദ്ധിക്കുമെന്ന് ആമേൻ എത്ര പേർ ഡിക്ലെയർ ചെയ്യുന്നു? ഒന്ന് വാ തുറന്നതിനെ ഡിക്ലെയർ ചെയ്തേ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വർദ്ധിക്കും. Amen. What is the reason behind your blessing? What is the reason behind your multiplication? നമ്മുടെ അനുഗ്രഹത്തിന്റെയും നമ്മുടെ വർധനവിന്റെയും കാരണം എന്താണ്? Amen. Because I am the seed of Abraham. ഞാൻ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്നു. Hallelujah. இந்த இரவில் எத்தனை பேருக்கு boldness ஓடு கூட சொல்ல முடியும், in Christ I am the seed of Abraham. ഇന്ന് എത്ര പേർ ധൈര്യത്തോടെ പറയാൻ കഴിയും,
പറയും ക്രിസ്തുവേശുവിൽ ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണെന്ന്. ஆமென். அப்படி என்றால் வார்த்தை சொல்கிறது நீங்கள் ஆபிரகாமினுடைய சந்ததியும் வாக்கு தத்தங்களுக்கு சுதந்திரவாளியுமாய் இருக்கிறீர்கள். ഓ, ഇന്ന് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമായിരിക്കുന്നു. Amen. Hallelujah. Whatever the promise you are seeing in the word of God, you are the heir for every promise. നിങ്ങൾ വചനത്തിനകത്ത് എന്തൊക്കെ അവകാശങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിന്റെ എല്ലാം അവകാശികൾ നിങ്ങളെ വായികളെ തുറന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ഞാൻ വചനത്തിനകത്ത് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ കിടക്കുന്നുണ്ടോ അതെല്ലാം എന്റെ പ്രോമിസാണ്, എന്നെ കുറിച്ചുള്ളതാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദത്തമാണെന്നൊന്ന് വായികളെ തുറന്ന് ഡിക്ലെയർ ചെയ്തു. Amen. தேவ பிள்ளைகளே, word of Godல எத்தனை promise நீங்க பாக்குறீங்களோ உங்களோட வாய்களை திறந்து நீங்க டிக்ளேர் பண்றீங்க. Amen. Hallelujah. இந்த வாக்குத்தத்தங்கள் amen எனக்கு சொந்தம் என்று ഓ, சொல்லி. അതിനെ ഒന്ന് പ്രഖ്യാപിച്ചേ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്താട്ടെ ദൈവമക്കളെ. ആമേൻ. വചനം നമ്മളുടെ സ്വന്തമായി മാറണം. ദൈവത്തിന്റെ വചനം അത് എന്റെ ആമേൻ വകയായി മാറണം, എന്റെ അവകാശമായി മാറണം. യെസ് ലോർഡ്, അത് എന്റേതായിട്ട് മാറുമ്പോഴാണ് അതിനകത്ത് ലൈഫിനെ, അതിനകത്തുള്ള ബ്ലെസ്സിങ്ങിനെ, അതിനകത്തുള്ള പ്രോമിസിനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. Amen. Hallelujah. தேவ பிள்ளைகளே, first of all word of God உங்களுடைய பர்சனலாக மாற வேண்டும். word of God உங்களுடைய own ஆக மாற வேண்டும். அப்போதான் அந்த வேர்ட்ல இருக்கிறதான பவர், வேர்ட்ல இருக்கிறதான ப்ராமிஸ் உங்களுடைய லைஃப்ல manifest ഓ, ஆகும். ഇന്ന് ഡിക്ലെയർ ചെയ്ത വേർഡ് ഓഫ് ഗോഡ് ബിലോങ്സ് ടു മീ. Amen. நீங்க எத்தனை பேர் சொல்றீங்க தேவ வார்த்தை அது எனக்குரியதாய் இருக்கிறது. ഹല്ലേലൂയ. ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊന്നും ആമേൻ അത് മറ്റുള്ളവർക്കുള്ളതല്ല, എന്റെ വകയാണ്, എന്റെ അവകാശമാണ്, എന്റെ സ്വന്തമാണെന്ന് ഉറപ്പോടുകൂടി ഒന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയാട്ടെ. Amen. இன்னைக்கு எத்தனை பேர் சொல்றீங்க word of Godல இருக்கிற எல்லா ப்ராமிஸும் that's mine, அது என்னுடையது. Amen. அது எனக்குரியது. I am an heir of each and every promise in this word of God. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമയം ദൈവമക്കളെ നിങ്ങൾ മഹത്വകരമായ ചിലതിനെ പ്രാപിക്കാൻ പോകുകയാണ്. Amen. Amen. Children of God. Amen. Then if you believe this word, you are going to receive glorious blessings in this night. ഓ, ഇന്ന് രാത്രി നിങ്ങൾ അതിനെ ആദ്യം തന്നെ ഒന്ന് പ്രഖ്യാപിച്ച്, ഇന്ന് രാത്രിയിൽ ഞാൻ മഹത്വകരമായ ചിലതിനെ ആമേൻ അതിനെ പ്രാപിക്കാൻ പോകുക, അതിനെ വെളിപ്പെടുത്താൻ പോകുക. Amen. Tonight I'm going to receive glorious blessings in my life. I'm going to manifest all the blessings which already hallelujah God said in my life. Hallelujah. Amen. Amen. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഡിക്ലെയർ ദേ, my God has remembered his covenant forever. Hallelujah. அப்படி என்றால் இன்றைக்கு நீங்க சொல்லுங்க, என்னுடைய கர்த்தர் அவர் சொன்ன வார்த்தையை அவர் தலைமுறை வரைக்கும் நினைவு வைத்திருக்கிறார். Amen. Oh, he has remembered his covenant forever. തന്റെ ഉടമ്പടിയെ എപ്പോഴും ഓർക്കുന്ന ഒരു ദൈവം. Amen. Hallelujah. கர்த்தர் தம்முடைய உடன்படிக்கை covenant எப்பவும் ரிமெம்பர் பண்ணுகிற கர்த்தர். Amen. അത് മാത്രമല്ല, the word which he commanded to 1,000 generation. ആമേൻ, ദൈവം കൽപ്പിച്ച വചനത്തെ, വേർഡിനെ, ആ വചനത്തെ ആമേൻ 1000 തലമുറ വരെ ദൈവം ഓർക്കും. Amen. பாருங்க, அவர் கட்டளையிட்ட வார்த்தையை அவர் 1000 generation வரைக்கும் அவர் ரிமெம்பர் பண்ணுகிற கர்த்தராய் இருக்கிறார். Hallelujah. Hallelujah. അടുത്ത 10th വേർഡിനകത്ത് പറയുകയാണ്, അതിനെ ആമേൻ യാഹ്വേ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. Amen. Hallelujah. அதனுடைய Jesus. 10th wordல நம்ம பார்க்கும்போது hallelujah. அதே ஒரு eternal covenant ஆக he confirmed it to Jacob as a decree, to the people of Israel as a never ending treaty. Hallelujah. ഇസ്രായേലിന് അതൊരു എവർലാസ്റ്റിംഗ് കവണന്റ്. பாருங்க, இஸ்ரவேல் ஜனங்களுக்கு அது ஒரு நித்திய உடன்படிக்கையாக ஹalleluya கர்த்தர் அதை உறுதிப்படுத்துகிறார். യാക്കോബിന്റെ sent to Jacob for a law. യാക്കോബിന് അതൊരു നിയമമാ, പക്ഷെ ഇസ്രായേലിന് അതൊരു എവർലാസ്റ്റിംഗ് കവണന്റ്. பாருங்க, அது யாக்கோபுக்கு ஒரு பிரமாணமாகவும் இஸ்ரவேலுக்கு நித்திய உடன்படிக்கையாகவும் உறுதிப்படுத்துகிறார். ആമേൻ. കാരണം ആ കവണന്റിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ചില ലോ, ചില ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. ஏனென்றால் அந்த கவனன்ல அதுல இன்க்ளூடட் ஆயிருக்கிறதான சில லோ இருந்தது. യാക്കോബിന് അത് ലോയാണ്, പക്ഷെ ഇസ്രായേലിലേക്ക് വന്ന
വന്നപ്പോൾ അത് എവർലാസ്റ്റിംഗ് കവണന്റായി മാറി. அமேன் பாருங்க யாக்கோபுக்கு அது சில அமேன் நியமங்களாக கட்டளையாகவும் இருந்தது. ஆனால் இஸ்ரவேலுக்கு அது நித்திய உடன்படிக்கையாய் இருந்தது. Amen. ആ അവകാശം എന്താ, ആ വാക്തത്വം എന്താ? 11th വേർഡിനകത്ത് പറയുന്നു. Amen. ആ 11th വേർഡിനകത്ത് പറയാ, ആ അവകാശത്തെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുൾ ചെയ്തു. Amen. Hallelujah. Amen. What is that? Amen. Covenant. I'll give you the land of Canaan as your special possession. നോക്കിയേ, ആ അവകാശം എന്ന് പറയുന്നത് തന്റെ അവകാശത്തിന്റെ ഓഹരിയായി കനാൻ ദേശത്തെ ഞാൻ നിനക്ക് തരും. அமேன் பாருங்க அந்த சுதந்திரம் என்று சொல்வது கனான் தேசத்தை அமேன் ஒரு சுதந்திரமாக ஒரு ஸ்பெஷல் பொசிஷனாக உனக்கு தருவேன். Amen. നിന്റെ ടെറിട്ടറിയായി, നിന്റെ ഏരിയയായി, Amen, കനാൻ ദേശത്തെ ദൈവം തരുമെന്ന്, അവകാശത്തിന്റെ ഓഹരിയായി തരുമെന്ന് പറഞ്ഞു. அமேன் பாருங்க அமேன் உன்னுடைய எல்லையாக உன்னுடைய சுதந்திரமாக ஒரு ஸ்பெஷல் பொசிஷனாக கனானையே உனக்கு தருவேன். அதுதான் கர்த்தருடைய ദൈവം வாக்கு. എന്താണോ പ്രോമിസ് ചെയ്തത് അത് ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൊടുത്തു. Amen. What God promised to Israelites, amen, he gave it. Amen. വചനം പറയുക, Amen, I will give the land of Canaan, the lot of your inheritance. നിന്റെ അവകാശത്തിന്റെ Amen, ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശത്തെ തരും. அமேன் பாருங்க கர்த்தர் என்ன சொன்னார்? அமேன் உங்கள் அமேன் சுதந்திர பாகமான கனான் தேசத்தை உங்களுக்கு தருவேன். Amen. ആ പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം അവിടെ നിവർത്തീകരിച്ചു. அமேன் பாருங்க கர்த்தர் சொன்னதான் அந்த ப்ராமிஸை அவர் அதை ஃபுல்ஃபில் பண்ணினார். അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമായിരിക്കാം, പക്ഷേ Amen, അത് ജനറേഷന്റെ മേൽ അല്ലെങ്കിൽ തലമുറകളുടെ മേൽ, ഇസ്രായേലിന്റെ മേൽ ദൈവം അത് നിവർത്തിച്ചു കൊടുത്തു. அமேன் பாருங்க ஆபிரகாமிடத்துல சொன்ன ப்ராமிஸா இருக்கலாம், ஆனால் அடுத்த ஜெனரேஷன்ஸ்ல கர்த்தர் அதனுடைய ஃபுல்ஃபில்மெண்டை அமேன் செய்தார். എന്താ, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്ത ദേശം, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രോമിസ് ലാൻഡ്, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവരോടുള്ള വാഗ്ദത്തത്തിന്റെ ആ ലാൻഡിനെ ദൈവം അവർക്ക് ഓഹരിയായി കൊടുത്തു. அமேன் பாருங்க அமேன் ஹalleluya. God already prepare பண்ணி வைத்திருந்ததான அந்த ஸ்பெஷல் பொசிஷனான அமேன் அவருடைய அமேன் ஹalleluya இன்ஹெரிட்டன்ஸ் உடைய லாட்டான அந்த போர்ஷனை அவர்களுக்கு கொடுத்தார். Amen. എന്താണോ ദൈവം പറഞ്ഞ പ്രോമിസ്, ആ പ്രോമിസ് Amen, ജനങ്ങൾ വിരോധമായി നിന്നിട്ടും, ജനങ്ങൾ അറിയാത്ത ജനങ്ങൾ, ഒരു ജനറേഷൻ വന്നിട്ടും, ഈ വാഗ്ദത്തത്തെ അറിയാത്ത ജനറേഷൻ വന്നിട്ടും ദൈവത്തിന് വിരോധമായി അവർ പിറുപിറുത്തിട്ടും, ഇവരുടെ ലീഡറായ മോശയ്ക്ക് വിരോധമായി അവർ പിറുപിറുത്തിട്ടും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം അവർക്ക് തുറന്നു കൊടുത്തു. அமேன் பாருங்க தேவ பிள்ளைகளே, அடுத்த நெக்ஸ்ட் ஜெனரேஷனை பார்த்தோம் என்று சொன்னால், அமேன் தேவனை அறியாததான ஒரு ஜாதி ஜனங்கள் மோசைக்கு விரோதமாக, தேவனுக்கு விரோதமாக மர்மரிங் பண்ணுகிறதான ஒரு ஜெனரேஷன் எழும்பின போதும் கர்த்தர் என்ன ப்ராமிஸ் பண்ணாரோ, அமேன் அந்த ப்ராமிஸை அவர்களுக்கு ஃபுல்ஃபில் பண்ணி கொடுத்தார். ஹalleluya. இன்றைக்கு எத்தனை பேர் இந்த இரவிலே புரிந்து கொள்றீங்க, மை காட், அமேன் he is faithful in his promise. ഇന്ന് എത്ര പേർ പറയും, എന്റെ ദൈവം തന്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്? அமேன் பாருங்க, அப்ப அறியாத ஜனங்கள், அமேன் ஹalleluya, நெக்ஸ்ட் ஜெனரேஷன், தேர்ட் ஜெனரேஷன், ஃபோர்த் ஜெனரேஷன் எல்லாம் வரும்போ மர்மரிங் ஆக, அமேன் ரிஜெக்டட் ஆக, தேவனை எதிர்த்து நிற்கிற ஜெனரேஷன் வந்த போதும் ப்ராமிஸ் கீப்பரான கர்த்தர், அமேன் அந்த லாட், அமேன் ஹalleluya, அந்த ஸ்பெஷல் பொசிஷனை அவர்களுக்கு கொடுத்தார். നോക്കിയേ, അടുത്ത ജനറേഷൻ വന്നു, പിറുപിറുക്കുന്ന ജനറേഷൻ, ദൈവത്തിന് വിരോധമായി എതിർത്ത് നിൽക്കുന്ന ജനറേഷൻ വന്നിട്ടും ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ അത് അവർക്ക് കൊടുത്തു. ஹalleluya. அப்படி என்றால் இந்த ஜெனரேஷன்ல பாருங்க, அமேன் ஹalleluya, தேவனோடு நெருங்கி இருக்கிற, தேவனோடு உறவு கொள்கிற நமக்காக எவ்வளவுக்கு அதிகமாக கர்த்தர் தன்னுடைய ப்ராமிஸை கீப் பண்ணுவார். നോക്കിയേ, അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് അടുത്തിരിക്കുന്ന നമുക്ക് എത്രയധികമായി ദൈവം തന്റെ വാഗ്ദത്തത്തെ നിറവേറ്റും. அமேன் ஹalleluya. அமேன் ஜீசஸ் ஹalleluya. பாருங்க அமேன் காட், அமேன் தெரியாத, அமேன் மர்மரிங் பண்ற, அமேன் அந்த ஜெனரேஷன்ல கூட கர்த்தர் ப்ராமிஸ் கீப்பரா இருந்தால், how much more he will be faithful for you. നോക്കിയ, ദൈവത്തെ അറിയാത്ത, ദൈവത്തിന് വിരോധമായി സംസാരിച്ച ആ ജനറേഷന് വാഗ്ദത്തത്തെ നിറവേറ്റി കൊടുത്തെങ്കിൽ, ദൈവമക്കളെ, കർത്താവിനോട് ചേർന്നിരിക്കുന്ന നമുക്ക് എത്രയധികമായി ദൈവം അത് നിറവേറ്റി തരും. இந்த இரவில் உங்களை பார்த்து நாங்க டிக்ளேர் பண்ணுகிறோம், அமேன் உங்களுக்காக கர்த்தர் சில ஸ்பெஷல் பொசிஷனை அமேன் ப்ரிப்பேர் பண்ணி வைத்திருக்கிறார். ഇന്ന് നിങ്ങളെ നോക്കി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില
പ്രത്യേകമായ പദവികളെ ഒരുക്കി വെച്ചിരിക്കുകയും Amen. எத்தனை பேர் சொல்றீங்க hallelujah God has prepared amen hallelujah some special possessions for me. ഇന്ന് എത്ര പേർ പറയും ദൈവം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചില പദവികളെ ഒരുക്കി വെച്ചിരിക്കുന്നു. Amen. Not only some earthly possessions hallelujah but in the heavenly places amen he has prepared a blessed portion for me. ഈ ലോകത്തിലുള്ളത് മാത്രമല്ല സ്വർഗീയമായിട്ടുള്ള സ്പെഷ്യൽ പോർഷനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. Amen. Hallelujah. ஆனால் இந்த இரவில் எத்தனை பேர் ட்ரஸ்ட் பண்றீங்க எத்தனை பேர் பிலீவ் பண்றீங்க amen if he promise amen he can fulfill his own promise. നോക്കിയേ ആമേൻ എത്ര പേർ പറയും ആമേൻ ദൈവത്തിന്റെ വാക്തത്വം ആ വാക്തത്വത്തെ ആമേൻ കർത്താവ് അത് വിശ്വസ്തയോടെ നിവർത്തീകരിക്കും. Amen. Hallelujah. அப்படி என்றால் இந்த இரவில் சந்தோஷம் உள்ளவர்கள் சொல்லுங்க amen எனக்காக சில amen amen ஸ்பெஷலான blessing என்னுடைய கர்த்தர் ஆயத்தம் பண்ணி வைத்திருக்கிறார். ഇന്ന് ആ സന്തോഷമുള്ളവർ പറഞ്ഞേ എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പൊസിഷൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന്. Hallelujah. இந்த இரவில் amen hallelujah தேவ பிள்ளைகளே amen physical ரலத்துல நமக்கு amen என்ன கிடைச்சதோ என்ன கிடைக்காததோ physical situationலே அல்ல amen நம்ம amen amen பாரத்தோடு கூட போக வேண்டியது amen சில spiritual inheritance already உங்களுக்காக amen கர்த்தர் amen ஆயத்தம் பண்ணி வைத்திருக்கிறார். amen ഫിസിക്കലി എന്തെങ്കിലും amen ഡൗൺ ആയി കിടന്ന ആ വിഷമത്തിലല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് വേണ്ടി സ്പിരിച്വലി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തേ മൈ യാഹ്വേ ഈസ് ഗോഡ് ഓഫ് കവണന്റ്. ദൈവം നമ്മുടെ ദൈവം amen ഉടമ്പടിയുടെ ദൈവമാണ്, കവണന്റിന്റെ ദൈവമാണെന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. Amen. Hallelujah. தேவ பிள்ளைகளே இந்த இரவில நீங்க டிக்ளேர் பண்ணுங்க amen my God amen he is the God of covenant. amen എൻ്റെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ദൈവം amen ചിലത് നമ്മുടെ ജീവിതത്തിനകത്തു ചെയ്യുന്നത് അത് ദൈവം പറഞ്ഞിരിക്കുന്ന ചില വാക്തത്വത്തിന്റെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ചില കവണന്റിന്റെ പൂർത്തീകരണമാണ്. amen கர்த்தர் நம்முடைய வாழ்க்கையில சிலதெல்லாம் செய்வது அவர் ஆல்ரெடி ப்ராமிஸ் பண்ணினதான சில கவனனுடைய ஃபுல்ஃபில்மென்ட்காக. amen ഇത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഉടമ്പടി അത് യാക്കോബിനും amen ഇസഹാക്കിനും അത് ഇസ്രായേൽ ജനങ്ങളുടെ മേലും ദൈവം നിവർത്തിച്ചു കൊടുത്തതുപോലെ amen ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില കവണന്റ് അത് അബ്രഹാമിക് കവണന്റ് ആയിക്കോട്ടെ അത് ഡേവിഡ് കവണന്റ് ആയിക്കോട്ടെ ത്രൂ ക്രൈസ്റ്റ് അത് എൻ്റെ ലൈഫിനകത്തു അത് കർത്താവ് നിവർത്തീകരിച്ചിട്ടുണ്ട്. ஆமென். தேவ பிள்ளைகளே ஹalleluya பாருங்க கர்த்தர் அபிரகாமிடத்திலே செய்ததான ஆமென் இந்த ஆமென் ப்ராமிஸ் இல்லாவிட்டால் கவனன்ட் பாருங்க அது ஜேக்கபினுடைய லைஃப்ல ஆமென் ஐசக்கினுடைய லைஃப்ல இஸ்ரவேல் ஜனங்களோட லைஃப்ல manifest ஆயிருக்கிறது என்று சொன்னால் இன்றைக்கு எத்தனை பேர் இந்த இரவில சொல்றீங்க ஆமென் the covenant ஆமென் he made with Abraham the covenant ஆமென் which ஆமென் he made with David ஆமென் hallelujah I am also included in that covenant. ആമേൻ നിങ്ങൾ ആ പദത്തെ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ the covenant which he made with Abraham. அமேன் அந்த வார்த்தையை நீங்க ஒன்று கூட கவனித்துக் கொள்ளுங்க. அமேன் கர்த்தர் ஆபிரகாமிடத்திலே அமேன் சொன்னதான் அந்த உடன்படிக்கை. ആമേൻ അബ്രഹാമിനോട് ചെയ്ത നിയമം the covenant which he made with Abraham. അബ്രഹാമിനോട് ചെയ്ത ആമേൻ ഉടമ്പടി. அமேன் பாருங்க அந்த இடத்துல வார்த்தை சொல்கிறது என்ன அமேன் கர்த்தர் ആബ്രഹാമിനിടത്തിലെ ചെയ്തதான ഉടன்பടിക്കை. അത് ഇസ്രായേലിലേക്ക് വന്നപ്പോൾ അവിടെ വേർഡ് പറയാ അതൊരു എവർലാസ്റ്റിംഗ് കവണന്റ് ആയി. அமேன் பாருங்க இஸ்ரவேலுக்கு வந்தபோது அது நித்திய உடன்படிக்கை என்று சொல்லி வார்த்தை சொல்கிறது. ഇസ്രായേലിലേക്ക് വന്നപ്പോൾ നോക്കി അതൊരു ഒലാംബെരിയത്തായി അവർ അതൊരു എവർലാസ്റ്റിംഗ് കവണന്റ് ആയി. அமேன் இஸ்ரவேல் ஜனங்களுக்கு அமேன் அந்த கவனம் நம்ம பார்க்கும்போது ஒலாம்பெரிட் that means அமேன் everlasting covenant. ആമേൻ നോക്കി ആ ഇസ്രായേലിലേക്ക് വന്നപ്പോൾ ആ ഉടമ്പടി അതിന് പിന്നെ മാറ്റമില്ല, അത് സ്റ്റോപ്പ് ആകുന്നില്ല. ഇന്നും ആ ഉടമ്പടി ആക്റ്റീവാ. ഇന്ന് ടുഡേ ഇന്നും ആ ഉടമ്പടി അത് ഒലാംബെരിയത്താണ്, അത് എവർലാസ്റ്റിംഗ് കവണന്റ് ആണ്. அமேன் பாருங்க இஸ்ரவேல் ஜனங்களுக்குள்ள வரும்போது அமேன் ஹalleluya அந்த கவனன்ட் பிரேக் ஆகவில்லை. அமேன் அந்த கவனன்ட் எவர்லாஸ்டிங் கவனன்ட் அமேன் அமேன் டுடே இட் அமேன் ஆல்சோ the covenant is active. அமேன் அந்த கவனன்ட் அமேன் வல்லமை உள்ளதாக നമ്മുടെ ഇടയിലെ അമേൻ അസൈവാടുகிறது. അങ്ങനെയാണെങ്കിൽ ക്രൈസ്റ്റ് ജനറേഷൻ ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന മാറ്റമില്ലാത്ത ആമേൻ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് നിങ്ങൾ. അമേൻ அப்படி என்றால் கிரைஸ்ட் ஜெனரேஷன்
நீங்க ஒரு ஒலாம் பெரியத்தினுடைய பார்ட்டா இருக்கிறீங்க, ஒலாம் பெரியத்தினுடைய ஒரு பங்காளியாக நீங்க இருக்கிறீங்க. You are the part of this covenant. ஆமென். நீங்கள் இந்த ஆமென் கவனன்றுடைய ഒരു പങ്കാളിயாக இருக்கிறீங்க. അപ്പോൾ എന്തോ ഉടമ്പടിയിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവമക്കളെ നിങ്ങളുടെ മേലേക്ക് ഇന്ന് റിവീൽ ആകാൻ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ஆமென். அப்போ ஆமென் ஒரு கவனன்றுக்குள்ள கர்த்தர் வைத்திருக்கிற சில blessing அது நிச்சயமாகவே நம்முடைய லைஃப்ல ரிவீல் ஆகும். ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ കവണന്റ് നമ്മുടെ മേൽ വെളിപ്പെടുന്നത് ആമേൻ ഇൻ ക്രൈസ്റ്റിലൂടെ ഈ കവണന്റിനകത്തുള്ള ബ്ലെസ്സിംഗ് ഇന്ന് നമ്മുടെ മേലേക്ക് വെളിപ്പെടുവാൻ തുടങ്ങും. ஆமென். ஹalleluya. இந்த blessingனுடைய manifestation எவ்விதமாக നമ്മുടെ ലൈഫിൽ വെളിപ്പെടും through Christ. ക്രൈസ്റ്റ് വഴിயாக தான் இந்த blessing നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകുന്നത്. ആമേൻ. ഇതിനകത്തുള്ള മുഴുവൻ ബ്ലെസ്സിങ്ങും ഇൻ ക്രൈസ്റ്റിൽ എൻ്റെ മേൽ ഇന്ന് ആമേൻ നിറവേറുന്ന വെളിപ്പെടുന്ന ആമേൻ ദിവസമാണെന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ஆமென். ஹalleluya. ஆமென். ஹalleluya. இந்த வேர்ட்ல இருக்கிற சகல blessingம் இன் கிரைஸ்ட் வழியாக ஆமென் என்னுடைய வாழ்க்கையில வெளிப்படுகிற ஆவிக்குரிய மண்டலம் என்று எத்தனை பேர் சொல்றீங்க? ഓ അങ്ങനെയുള്ളവർ ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ആമേൻ. ആമേൻ. മുഴുവൻ സ്വർഗ്ഗത്തുള്ള സകല സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും ആമേൻ ക്രിസ്തു യേശുവിൽ ആമേൻ പിതാവ് എൻ്റെ മേൽ പകർന്നിരിക്കുക. Amen. All the spiritual blessings in the heavenly realm that is already amen transferred to my life through Jesus Christ. ആമേൻ. ഇൻ ക്രൈസ്റ്റിൽ ക്രിസ്തുവിലൂടെ സ്വർഗ്ഗത്തിലുള്ള സകല സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. Amen. எத்தனை பேர் டிக்ளேர் பண்றீங்க? இன் கிரைஸ்ட்ல பரலோகத்தில் இருக்கிற சகல ஆவிக்குரிய ஆசீர்வாதங்களினாலும் நான் கிறிஸ்து இயேசுவுக்குள் ஆசீர்வதிக்கப்பட்டிருக்கிறேன் என்று எத்தனை பேர் இந்த இரவில டிக்ளேர் பண்றீங்க? ஹalleluya. இந்த இரவில எத்தனை பேருக்கு அந்த ஷூரிட்டி இருக்கிறது? all the spiritual blessings in the heavenly realm. ഇന്ന് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? സ്വർഗ്ഗത്തിലുള്ള ആമേൻ മുഴുവൻ ആത്മീക അനുഗ്രഹവും. ஹalleluya. அன்பானவர்களே ஆமென் கொஞ்சமாக அல்ல ஆமென் ஹalleluya எல்லா ஆவிக்குரிய ஆசீர்வாதங்களும் அது என் பெயரிலே ஆமென் பரலோகம் தந்திருக்கிறது. ആമേൻ. അല്പമായിട്ടുള്ളതല്ല, മുഴുവൻ ബ്ലെസ്സിങ്സും പിതാവ് എൻ്റെ മേൽ തന്നിരിക്കുക. ஆமென். அப்படி என்றால் இந்த இரவில் எத்தனை பேருக்கு அந்த ஷூரிட்டி இருக்கிறது? ஆமென் ஹalleluya. I am not a poor. ஆமென். the spiritual realத்துல ஆமென் greatest ஆன blessing என்னுடைய லைஃப்ல இருக்கிறது. ആമേൻ. എനിക്ക് ആ സ്വർഗ്ഗത്തിലുള്ള ആ ബ്ലെസ്സിങ്സിനകത്ത് എനിക്ക് ഇന്നൊരു ഉറപ്പുണ്ട്. ஹalleluya. நான் தரித்திரன் அல்ல. எத்தனை பேருக்கு அதை அறிக்கை பண்ண முடியும்? எனக்கு தரித்திரம் அல்ல. ஆமென் ஹalleluya. ஆமென். நான் ஆமென் ஆமென் abundance of blessingsனால heavenly realத்துல blessed ஆ இருக்கிற person ஆ இருக்கிறேன். ഞാൻ ദാരിദ്ര്യത്തിലല്ല, സ്വർഗ്ഗത്തിലുള്ള ആ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ஆமென். இந்த இரவுல நீங்க அது கன்ஃபஸ் பண்ணும் போதே ஆமென் ஹalleluya எல்லா தரித்திரத்தினுடைய ஆமென் ஆமென் ஸ்பிரிட் எல்லா ஸ்பிரிட் ஆஃப் பாவர்ட்டி அது ஸ்பிரிச்சுவலா இருக்கட்டும் பிசிக்கலா இருக்கட்டும் அது உங்களுடைய லைஃபை விட்டு நீங்கி போவதாக. മക്കളെ, ആദ്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ തലത്തിലുള്ള സ്പിരിച്വൽ തലത്തിലുള്ള സകല ദാരിദ്ര്യവും നിങ്ങളുടെ മേൽ നിങ്ങളിൽ നിന്ന് മാറുവാൻ തുടങ്ങും. ஆமென். எந்த அமேன் 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 எத்தனை நபருக்கு இந்த இரவிலே சந்தோஷம் உண்டு? அமேன். கிறிஸ்து இயேசுவுக்குள் I am the richest person in Christ. ക്രിസ്തുവേശുവിൽ ഞാൻ അമേൻ സമ്പന്നനായ വ്യക്തിയാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ஹalleluya. இந்த இரவில நீங்க டிக்ளேர் பண்ணும்போதுதான் உங்களுடைய அட்மாஸ்பியர் அமேன் ஸ்பிரிச்சுவல் அட்மாஸ்பியர் மாற்றங்கள் வருகிறது. ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അറ്റ്മോസ്ഫിയറിനകത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നത്. அமேன். இந்த இரவில அமேன் உங்களுடைய ஸ்பிரிச்சுவல் அட்மாஸ்பியரை சேஞ்ச் பண்ணக்கூடியதான கீ தான் உங்களுடைய டங் என்று சொல்வது. നിങ്ങളുടെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ തുറക്കുന്ന താക്കോലാണ് ആമേൻ നിങ്ങളുടെ നാവ്. அமேன். இந்த இரவில நீங்க அமேன் பிலீவ் பண்ணால் அமேன் ஹalleluya அபிரகாமினுடைய சகல ஆசீர்வாதங்கள்னாலும் நான் ஆசீர்வதிக்கப்பட்டவன் എന്നதான உறுதி உங்களுக்கு உண்டானால் நிச்சயமாகவே நீங்க இந்த manifestationனை காண போகிறீங்க. അബ്രഹാമിന്റെ ആമേൻ ഉടമ്പടിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ആമേൻ ബ്ലെസ്സിങ്ങിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. அமேன் ஹalleluya. அமேன். இந்த இரவிலே ஆவியானவர் உங்களை பார்த்து சொல்கிறார் அமேன் ஹalleluya you are the seed of Abraham. ഇന്ന് രാത്രി കർത്താവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയത്രേ. அமேன். அந்த ஒலாம் பெரியத்திலே நீங்க எல்லா ஸ்பிரிச்சுவல் blessingsனாலும் blessed ஆ இருக்கிற அமேன் ஒரு தேவ பிள்ளை. എല്ലാം ബെരിയറ്റ് എവർലാസ്റ്റിംഗ് കവണന്റിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയത്രേ. அமேன். ஏனென்றால் 2 Corinthians 1st chapter 20th wordல அமேன் விதமாக வார்த்தை சொல்கிறது, தேவனுடைய வாக்குத்தத்தங்கள் எல்லாம் இயேசு கிறிஸ்துவுக்குள் ஆம் என்றும் அவருக்குள் ஆமென் என்றும் இருக்கிறதே என்று சொல்லி. ആമേൻ. 2 കൊറിന്ത്യൻസിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇങ്ങനെ പറയുന്നത് ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ വേർഡ്സ് 20 ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ
വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ആമേൻ ക്രിസ്തുവിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. அம்மே இதுக்கு எத்தனை பேர் இந்த வேர்டை ரிசீவ் பண்றீங்க? அமேன் ஹalleluya. எத்தனை ப்ராமிஸ் உங்களுக்கு அமேன் ஹalleluya அந்த வேர்ட் ஆஃப் காட்ல இருந்தாலும் அமேன் இஃப் யூ ஆர் இன் கிரைஸ்ட் அமேன் ஹalleluya ஈச் அண்ட் எவ்ரி ப்ராமிஸ் அமேன் யூ கேன் சே ஆமென். ഓ ഇന്ന് എത്ര പ്രോമിസ് ഉണ്ടെങ്കിലും എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ യു ക്യാൻ സേ ആമേൻ. அமேன் இந்த நாளில் எத்தனை பேர் சில ப்ராமிஸ பார்த்து ஹalleluya வேர்ட் கேட்கும்போது அமேன் ஆமென் என்று சொல்லி சிலதை ரிசீவ் பண்ண அமேன் வாஞ்சிக்கிறீங்க. ചില പ്രോമിസുകൾ കേൾക്കുമ്പോൾ എത്ര പേർക്ക് ആമേൻ എന്ന് പറഞ്ഞ് അതിനെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും? Hallelujah, because amen Jesus Christ amen hallelujah amen amen பாருங்க amen every amen blessing amen that is amen why we say amen when we give glory to God through Christ. பாருங்க அதனால தான் பவுல் சொல்கிறது அதனால நாங்க என்ன கேட்டாலும் பிதாவாகிய தேவனுடைய நாமம் மகிமைப்படும்படியாக we say amen. இந்த இரவிலே எத்தனை பேர் சில ப்ராமிஸ்க்கு நேராக ஆமென் சொல்ல வாஞ்சிக்கிறீங்களோ that means amen you are personalizing your promise. നോക്കേ ആമേൻ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിനും മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ എന്ന് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നു. കാരണം ആമേൻ ആ പ്രോമിസ് ആമേൻ ഞാൻ സ്വീകരിക്കുന്നു നമ്മുടെ വകയായി മാറ്റുന്നതാണ് ആമേൻ. அமேன் இந்த இரவிலே ஹalleluya அமேன் ஒவ்வொரு ப்ராமிஸையும் பார்க்கும்போது அமேன் உங்களுடைய எபிலிட்டி அல்ல உங்களுடைய குவாலிஃபிகேஷன் அல்ல அமேன் உங்களுக்கு அதை ரிசீவ் பண்ண முடியுமா என்றதான அமேன் ஹalleluya செல்ஃப் ரைச்சியஸ்னஸ் அல்ல அமேன் ஹalleluya because I am the seed of Abraham because I am in Christ I can receive each and every promise in my life. ഓ ഇന്ന് ആമേൻ എനിക്ക് അതിനെ പ്രാപിക്കാൻ പറ്റും. എൻ്റെ സ്വയം നീതിയിലേക്കല്ല നോക്കേണ്ടത്. ആമേൻ യേശു ക്രിസ്തുവിനാൽ ആമേൻ കർത്താവിന്റെ വിശ്വസ്തതയാൽ എനിക്കത് പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് വേണ്ടത്. பாருங்க அந்த 19th வேர்ட்ல சொல்ற ஒரு வேர்ட் because Jesus Christ the son of God never wavers between yes or no. பாருங்க இயேசு கிறிஸ்துவானவர் எஸ்க்கும் நோக்கும் நடுவில் இருந்து அவர் ஒருபோதும் வேவ் பண்ண அவர் மாறாதவர் என்று சொல்லி வேர்ட் சொல்கிறது. ആമേൻ നോക്കി ഇവിടെ വചനത്തിനകത്ത് പറയുന്നു ആമേൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. കാരണം അവനിൽ ഉവെന്നത്രേ ഉള്ളൂ. ആമേൻ കർത്താവ് മാറാത്ത നിലനിൽക്കുന്ന നിരന്തരമായ ദൈവം അത്രേ. பாருங்க எவ்வளவு எவ்வளவு அமேன் அமேன் பிளஸ்டான ஒரு வேர்ட் என்று சொல்லி பாருங்க the son of God Jesus Christ never wavers between yes or no. அப்ப பாருங்க கிரைஸ்ட்ல ஒருபோது yes அமேன் வேறு டைம்ல நோ இப்படி ஒரு வேவரிங் இன் கிரைஸ்ட்ல கிடையாது. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ ഒരിക്കൽ ഒരു കാര്യത്തിനകത്ത് ഉവെന്ന് പറഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിനകത്ത് ആമേൻ നോ എന്ന് ഇല്ല എന്ന് കർത്താവ് പറയത്തില്ല. ഒരിക്കലും മാറ്റം ഉണ്ടായിരുന്നില്ല. ஆமென் ஹalleluya. பாருங்க what is the reason அப்படின்னு சொன்னா நம்முடைய எஸ்ஸுக்காக he paid the price. பாருங்க நாம் ஆமென் சொல்லும்படியாக he only paid the price. ഓ നമ്മൾ ആമേൻ എന്ന് പറയാൻ ക്രിസ്തു യേശു ആമേൻ വില കൊടുത്തു. Hallelujah. பாருங்க amen Jesus amen amen நம்முடைய surety என்னது amen that is not our own ability our own talent amen our own amen self righteousness but amen what he did for us amen that is amen why we are saying amen to each and every blessing. ആമേൻ നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ആ വില കൊടുത്തു. ആമേൻ ആമേൻ ആ കർത്താവ് യേശു ക്രിസ്തു വില കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ആമേൻ പറയാൻ കഴിയുന്നത്. Hallelujah. இந்த இரவிலே amen எத்தனை பேர் அந்த finished workல amen 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 அதுல amen surety-யோட rooted ஆயிட்டு சொல்வீங்க amen. ഓ ഇന്ന് കർത്താവിന്റെ പൂർത്തീകരണമായ കർത്താവിന്റെ ഫിനിഷ്ഡ് വർക്കിനകത്ത് എത്ര പേർ ഉറപ്പുള്ളവരായിട്ട് നിന്നിട്ട് പറയും ആമേൻ. ആമേൻ. அதனால தான் the book of Revelationல கிறிஸ்துனுடைய நேம் தான் ஆமென் என்று சொல்றார். പാഠപുസ്തകത്തിനകത്ത് ക്രിസ്തുവിന്റെ നാമമാണ് ആമേൻ എന്നുള്ളത്. ஆமென் ஹalleluya. அப்படி என்றால் இன்றைக்கு எத்தனை பேர் சொல்றீங்க my Christ he is the amen. ഓ എത്ര പേർ പറയും എന്റെ യേശു ക്രിസ്തു ആണ് ആമേൻ. Hallelujah. If my Christ is amen, amen, I can say amen to each and every promise. ഓ എന്റെ യേശു ക്രിസ്തു ആമേൻ ആയിരിക്കാൽ എനിക്ക് സകല പ്രോമിസിലും ആമേൻ എന്ന് പറയാൻ കഴിയും. Amen. Hallelujah. பாருங்க amen book of Revelationல Jesus Christக்கு சொல்லப்பட்டிருக்கிற each and every name അമേൻ അത് അമേൻ ഹാലലൂയ അമേൻ അത് ബിഗിനിങ് என்றோ അമേൻ എൻഡ് என்றோ ஆல்பா என்றோ ஒமேகா என்றோ டேவிடினுடைய கீ ஹோல்டு பண்ணுகிறவர் என்றோ எந்த நேம் ஆனாலும்
அந்த நேமுக்காக he paid a price. നോക്കിയേ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏത് നാമം നമ്മൾ നോക്കിയാലും ആൽഫ എന്നോ ഒമേഗ എന്നോ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനെന്നോ ആമേൻ എന്നോ ഏത് നെയിം നോക്കിയാലും അതിനെല്ലാം കർത്താവ് വില കൊടുത്തിട്ടുണ്ട്. Amen. Hallelujah. അപ്പോ amen റെവലേഷനിലെ amen hallelujah ആമേൻ என்று உள்ளவர் amen his name is amen என்று சொன்னால் amen why he amen that the name amen hallelujah because amen he only paid the price for each and every promise. Amen, amen, amen. So we can boldly say amen to every promise. കാരണം യേശു കർത്താവിന്റെ നാമം വെളിപ്പാട് പുസ്തകത്തിനകത്ത് ആമേൻ എന്ന് പറയുന്നു. യേശു കർത്താവ് എല്ലാത്തിനും വില കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ സകല വാഗ്ദത്തങ്ങളെ നോക്കി ആമേൻ എന്ന് പറയാൻ കഴിയും. Amen. அப்படி என்றால் இந்த இரவிலே hallelujah amen you are the seed of Abraham என்று சொல்லும்போது எத்தனை பேருக்கு boldness-ஓடு சொல்ல முடியும் amen yes. ഇന്ന് രാത്രി നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ ആമേൻ എന്ന് പറയാൻ കഴിയും? Amen. Hallelujah. Surely you'll be blessed. அப்படி சொல்லும்போது எத்தனை பேருக்கு in Christல amen என்று சொல்ல முடியும்? തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? Amen. இப்ப பாருங்க யாராவது preach பண்ணும்போது amen surely you'll blessed அப்படி சொல்லும்போது நம்ம உடனே சோர்ஸ் தான் யோசிப்போம். Amen. Hallelujah. Why? How? Amen. How it will happen? Hallelujah. நம்ம உடனே physical source தான் திடீர் என்று சொல்லி நம்முடைய கான்ஷியஸ் மைண்ட்ல வருவது. നമ്മൾ ഒരാൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ ഭൗതികമായിട്ടുള്ള സോഴ്സുകളെ നോക്കണ്ടേ. ഇത് വെച്ചിട്ടൊന്നും അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? Amen. Because amen இன்னைக்கு உங்களை பார்த்து சொல்கிறோம் amen Christ is your source. ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു ക്രിസ്തുവാണ് നിങ്ങളുടെ സോഴ്സ്. Amen. Who is the source of your blessing? Amen. Christ himself. ആരാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സോഴ്സ്? അത് ക്രിസ്തുവാണ്. Amen. Because he only paid the price for the Abrahamic blessing in your life. കാരണം ആമേൻ ആ ക്രിസ്തുവാണ് നിങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി ആമേൻ വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവാണ് നിങ്ങളുടെ സോഴ്സ്. Amen. இந்த நாளில் எத்தனை பேர் சொல்றீங்க ஹalleluya amen நான் ஆபிரகாமினுடைய சந்ததியாக இருக்க காரணம் ஜீசஸ் கிரைஸ்ட். ഞാൻ അബ്രഹാമിന്റെ സന്തതിയായിരിക്കാൻ കാരണം യേശു ക്രിസ്തുവാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? Because you are in Christ amen that is the reason amen you became the seed of Abraham. യേശു കർത്താവ് വില കൊടുത്തത് കൊണ്ടാണ് നിനക്ക് അബ്രഹാമിന്റെ സന്തതിയായിരിക്കാൻ കഴിഞ്ഞത്. അമേൻ. தேவ பிள்ளைகளே இந்த இரவில் எத்தனை பேருக்கு தைரியமாக சொல்ல முடியும் amen hallelujah amen I am the heir of each and every blessing in the word of God in Christ. ഇന്ന് എത്ര പേർക്ക് ആമേൻ ഉറപ്പോടെ പറയാൻ കഴിയും വേർഡിനകത്തുള്ള സകല ബ്ലെസ്സിങ്ങിനും അവകാശിയാണെന്ന്? Amen hallelujah God is expecting your amen. ദൈവം നിങ്ങളുടെ ആമേൻ പ്രതീക്ഷിക്കുന്നു. Amen. Why? Amen hallelujah because amen through the amen only you are receiving amen your blessing in your personal life. Amen. Amen എന്ന ആ വേർഡിലൂടെയാണ് നിങ്ങൾക്ക് അതിനെ പ്രാപിക്കാൻ കഴിയുന്നത്. Amen. பாருங்க அதனால் தான் பவுல் இவ்வளவு தைரியமாக சொல்கிறது ஆதலால் நாங்கள் கிறிஸ்து இயேசுவுக்குள் பிதாவாகிய தேவனுக்கு amen மகிமை உண்டாகும்படியாக. Amen hallelujah amen that we say amen when we give glory to God through Christ. Okay അവിടെ പൗലോസ് പറയാ ആമേൻ പിതാവാം ദൈവത്തിന് മഹിമ ഉണ്ടാകുവാൻ ഞങ്ങൾ ആമേൻ അവനിൽ ആമേൻ എന്ന് തന്നെ. Amen. For all of God's promises have been fulfilled in him. Hallelujah. In whom? Amen. Hallelujah. In Jesus Christ. Amen. എല്ലാ വാഗ്ദത്തങ്ങളും അവനിൽ ഉവ്വന്നത്രേ. ആരിലാണ്? ക്രിസ്തുവേശുവിൽ. Hallelujah. அப்ப பாருங்க amen என்ன ரீசன் அப்படினு கேட்டா in Christல தான் கிறிஸ்து இயேசுவுக்குள் தான் எல்லா ப்ராமிஸும் ஃபுல்ஃபில் ஆகிறது. ക്രിസ്തുവേശുവിലാണ് എല്ലാ വാഗ്ദത്തങ്ങളും അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. word amen hallelujah அப்ரஹாமை பார்த்து கர்த்தர் சொல்கிறார் amen through your seed amen உன்னுடைய சந்ததி முகாந்தரமாக பூமியில் இருக்கிற அத்தனை வம்சங்களும் ஆசீர்வதிக்கப்படும். this is the promise for Abraham. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാണ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയുള്ള സകല ജനങ്ങളും അനുഗ്രഹിക്കും. Amen. Through your seed, all the generations of the earth will be blessed. பாருங்க இந்த promise amen எவ்விதமாக fulfill ஆயிட்டு amen Galatians 3:16ல சொல்கிறது amen உன் சந்ததிகள் amen hallelujah seeds என்று சொல்லி அல்ல amen your seed amen that seed is Jesus Christ. Okay. ശേഷാന്ത പറയുന്ന അബ്രഹാമിന്റെ സന്തതി എന്ന അനേകരെ കുറിച്ചല്ല, ആ സന്തതി യേശു ക്രിസ്തു അത്രേ. Amen. அப்ப பாருங்க
Amen. Hallelujah. Already the Abrahamic blessing or the Abrahamic covenant or the Abrahamic promise fulfilled in Jesus Christ. ഓക്കെ, അപ്പൊ അബ്രഹാമിനുള്ള വാഗ്ദത്തങ്ങൾ ഓൾറെഡി അത് ക്രിസ്തുവേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. Amen. So, amen. When we are in Christ, amen. Hallelujah. We can easily see the manifestation of the Abrahamic blessing in our life. ഓ, നമ്മൾ ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ വാഗ്ദത്തങ്ങളെ, അനുഗ്രഹങ്ങളെ നമുക്ക് അതിനെ അനുഭവിക്കാൻ കഴിയും. நம்ம செய்ய வேண்டியது என்னது? ஜஸ்ட் செக் பண்ணி பார்த்தா போதும் whether I am in Christ or not. இதுதான் சிம்பிள் விஷயம். ഓ, നമ്മുടെ ലൈഫിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി, നമ്മൾ ക്രിസ്തുവിലാണോ അല്ലയോ എന്ന്. Amen. Hallelujah. Whether we are believing this or not. ഓ, ഞാൻ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ. Whether we are saying amen. Amen means just not only a word coming from our mouth. Amen. Every amen should be, amen, connected with, amen, faith. ഓ, നോക്കിയേ, ഒരു ആമേൻ ജസ്റ്റ് വാഗൊണ്ട് പറയുകയല്ല, അത് വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടായിരിക്കുന്നത്. Amen. When I believe, amen, this amen promise, amen, this covenant, amen, is also made with me. Amen. If I believe, I can easily say amen to each and every promise. ഓ, ഈ കവണന്റ് എനിക്ക് വേണ്ടിയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് അതിനകത്ത് എനിക്ക് ആമേൻ പറയാൻ കഴിയും. Amen. இந்த இரவில தேவ பிள்ளைகளே, அப்படி என்றால் எத்தனை பேருக்கு இந்த surety இருக்கிறது? Amen. Each and every promise from generation to revelation. Hallelujah. I am also an heir of each and every promise. വചനത്തിനകത്ത് ജെനിസിസ് തൊട്ട് റെവലേഷൻ പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്വം അത് എന്റെയാണ്, എനിക്കുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അതിനെ ആമേൻ എന്ന് പറയുന്നു. Amen. Where we have to work. நம்ம physically அல்ல இனி work பண்ண வேண்டியது. Physically அல்ல blessingsக்காக ஓட வேண்டியது. We have to sit with the word of God. Amen. We have to, amen, work with the word. Amen. What are the promises? How I can, amen, receive, how I can abide in Christ, how I can receive this promise through Christ. இதுதான் நம்ம, amen, யோசித்து, amen, நம்ம word of God spend பண்ண വേർഡ് ഓഫ് வேண்டியது. ഗോഡിനെ നമ്മൾ ആമേൻ ഫിസിക്കലി കടന്ന് ഓടുകയല്ല, ഫിസിക്കലി അത് എങ്ങനെ പ്രാപിക്കാമെന്ന് ഓർത്ത് ഓടുകയല്ല. നമ്മൾ ദൈവവചനവുമായിട്ടിരിക്കണം, ദൈവത്തിന്റെ ആമേൻ വചനത്തിനകത്ത് നിലനിൽക്കണം. എങ്ങനെ ക്രിസ്തുവിൽ മറയാം, എങ്ങനെ ക്രിസ്തുവിലായിരിക്കാം, ആമേൻ അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് ആ വാഗ്ദത്തത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. Amen. எதற்காக promises? What? Amen. Amen. பவுல் என்ன சொல்கிறது? Amen. பிதாவாகிய தேவனுடைய நாமம் glorify பண்ணும்படியாக. Hallelujah. Amen. கர்த்தருடைய நாமம் glorify ஆக வேண்டும் என்று சொன்னார். That is why we say amen. When we give glory to God through Christ. Amen. நம் பிதாவாகிய தேவனுக்கு மகிமை செலுத்த வேண்டும். எதற்காக? Amen. ஏனென்றால் நாம் in Christல எல்லா வாக்குத்தத்தங்களுக்கும் சுதந்திரவாளிகளாய் இருப்பதினாலே. ഓ, പൗലോസ് പറയാം, ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ്. കാരണം ഇൻ ക്രൈസ്റ്റിൽ ആ വാഗ്ദത്തത്തിന്റെ അവകാശിയാണെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ. Amen. Hallelujah. அதனால் தான் 21st word என்ன சொல்கிறது? It is God who gives us, amen, along with you the ability to stand firm for Christ. பாருங்க, கிறிஸ்துவோடு கூட இசைந்து நிற்கும்படியான எபிலிட்டி அதை தேவனே நமக்கு தருகிறார் என்று சொல்லி வார்த்தை சொல்கிறது. 21ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞ ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മളെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. So இப்போ என்ன நடக்க வேண்டும்? We should stand firm for Christ. Amen. கிரைஸ்டோடு கூட இல்லாவிட்டால் கிரைஸ்ட்ல ஸ்ட்ராங் ஆக நிற்கும் போதுதான் இந்த பிளஸிங்கினுடைய மானிஃபெஸ்டேஷன் നമ്മുടെ ലൈഫിൽ നടക്കുക. ഓ, നോക്കിയേ, ക്രിസ്തുവിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ വാഗ്ദത്തം എന്റെ മേൽ നിറവേറുന്നത്. വേർഡ് என்ன சொல்கிறது? ஒரு எபிலிட்டி நம்ம மேல வெளிப்பட வேண்டும். ഓ, നോക്കി, എന്താ സംഭവിക്കണ്ടേ? ഒരു എബിലിറ്റി നമ്മുടെ മേൽ വെളിപ്പെടണം. Hallelujah. என்ன എബിലിറ്റി? Amen. അത് ഫിനാൻസ്, amen, hallelujah, amen, ഉണ്ടാക്കും, സമ്പാദിക്കുമ്പടിயான എബിലിറ്റി അല്ല, ബ്ലെസ്സിങ്സ് ഉണ്ടാക്കുമ്പടിயான എബിലിറ്റി അല്ല. Amen. The ability to stand firm in Christ. Hallelujah. அப்ப பாருங்க, அப்படி ஒரு എബിലിറ്റി தான் இந்த നാட்கள்ல നമ്മളിലെ ഉരുവാക வேண்டும். എങ്ങനെയുള്ള എബിലിറ്റിയാണ്? സമ്പത്തിനെ ഉണ്ടാക്കുന്നതല്ല, അനുഗ്രഹത്തെ ഉണ്ടാക്കാണ്ടല്ല, മറിച്ച് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവ്. Amen. அப்ப பாருங்க, எதற்காக? why we should stand firm with Christ? ஏனால் எல்லாம் நம்முடைய blessingsனுடைய ரீசன், நம்முடைய blessingனுடைய ஃபவுண்டேஷன், நம்முடைய blessingனுடைய സോഴ്സ് എന്ന് சொல்வது ക്രൈസ്റ്റ് ആக இருக்கிறார். കാരണം നമ്മുടെ അനുഗ്രഹത്തിന്റെ സോഴ്സ്, നമ്മുടെ സകല സമ്പത്തിന്റെ സോഴ്സ്, നമ്മുടെക്കുള്ള സകലത്തിന്റെ സോഴ്സ് അത് ക്രൈസ്റ്റ് ആണ്. Amen. If we stand firm in Christ, then only we can see the manifestation of each and every blessing in our life. നമ്മൾക്ക് ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഉള്ളൂ ആ
ആമേൻ നന്മയെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോ amen, it is God who gives us along with you the ability to stand firm for Christ. He has commissioned us. அதனாலதான் amen நம்ம இந்த in Christல firm ஆக நிக்கக்கூடியதான எபிலிட்டிக்காக தான் ஒவ்வொரு நபர்களை நமக்காக கமிஷன் பண்ணி இருக்கிறார் கர்த்தர். ഓക്കെ, ക്രിസ്തുവേശുവിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആമേൻ അവൻ നമ്മളെ ആമേൻ അനോയിന്റിങ് ചെയ്തിരിക്കുന്നത്. Hallelujah. இந்த இரவில எத்தனை பேர் ஃபோக்கஸ் பண்றீங்க எனக்கு கிறிஸ்டோடு கூட firm ஆக strong ஆக நிற்கக்கூடியத எபிலிட்டி manifest ஆக வேண்டும் என்று சொல்லி. എത്ര പേർ പറയും ക്രിസ്തുവിനോട് കൂടെ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ള, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവ് എനിക്ക് വേണം. Hallelujah. Listen to the lives of the apostles. பாருங்க ஃபர்ஸ்ட் உடைய பிகினிங்ல amen அவங்க எம்டி ஆக amen அவங்களுடைய ஆக்சுவலி அவங்க சொல்ல போனா amen டிஸ்குவாலிஃபைட் ஆனவர்கள் தான் amen கர்த்தர் சூஸ் பண்ணது. ஆனால் when they stand firm amen in Christ அவங்க கர்த்தரோடு கூட ஸ்ட்ராங் ஆன ரிலேஷன்ஷிப்ல வந்தபோது அவங்களோட லைஃப்ல blessings உடைய manifestation ഡേ ബൈ ഡേ നടന്നു കൊണ്ടിരിക്കുന്നത് பார்க்கிறோம். അപ്പോസ്തലന്മാരുടെ ലൈഫിനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ നോക്കിയേ. അവർ ആമേൻ അവർ ക്രിസ്തുവിൽ ആയിരിക്കുന്നതിന് മുമ്പ് എപ്പോഴും അവർ ശൂന്യമായിരുന്നു. പക്ഷേ ക്രിസ്തുവേശുവിൽ വന്ന് ഉറച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്ട്രോങ് ആകാൻ തുടങ്ങി. സകല വിഷയത്തിന് മുമ്പിൽ അവർ സ്ട്രോങ് ആകാൻ തുടങ്ങി. ആമേൻ. അപ്പോൾ என்ன ஆகிறது? ഡേ ബൈ ഡേ ആമേൻ അബ്രഹാമിക് കവണന്റുடைய ആമേൻ മാനിഫെസ്റ്റേഷൻ ഡേ by day. Amen. Hallelujah. Paranga, still Peter is a blessing for the body of Christ. Still Paul is a blessing for the amen body of Christ. What is amen? What is the reason? Because the manifestation of the Abrahamic blessing in their life. Okay. അവർ ക്രിസ്തുവിൽ ഉറച്ചതിന് ശേഷം പത്രോസ് ആമേൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനകത്ത് ഒരു അനുഗ്രഹമായി, പൗലോസ് ബോഡി ഓഫ് ക്രൈസ്റ്റിനകത്ത് ഒരു അനുഗ്രഹമായി മാറുവാൻ തുടങ്ങി. Amen. Hallelujah. என்ன amen blessing? Abrahamic blessing. നോക്കിയേ, എന്ത് അനുഗ്രഹമാണ് അത്! അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ. Amen. Hallelujah. Then you can be a blessing for the next generation. അതുപോലെ നിങ്ങൾക്കും അടുത്ത തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ കഴിയും. Because you are the seed of Abraham. കാരണം നിങ്ങളും അബ്രഹാമിന്റെ സന്തതിയാണ്. Amen. If you stand firm in Christ, நீங்க கிறிஸ்துவுக்குள் உறுதிப்பட்டு நின்றால், amen, amen, you will be a blessing for amen generations. നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ കഴിയും. Hallelujah. பாருங்க amen in Christல firm ஆக நிற்கிற ஒரு பர்சனுக்கு blessing ஹைட் பண்ணி வைக்க முடிவதில்லை. നോക്കിയേ, ആമേൻ ക്രിസ്തുവേശുവിലുള്ള ഒരു വ്യക്തിക്ക് അനുഗ്രഹത്തെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. Amen. Hallelujah. பாருங்க அது தானாகவே manifest ആയിക്കൊണ്ടിരിക്കും அந்த person ലൈഫിൽ. അത് സ്വയമേ അത് ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. Amen. Hallelujah. Amen. ஏனென்றால் the multiplication, hallelujah, and the blessing, amen, அது தானாகவே manifest ஆகும். ആ വർദ്ധനവ്, അനുഗ്രഹം അത് സ്വതവേ അത് ആ വ്യക്തിയിൽ വെളിപ്പെടുവാൻ തുടങ്ങും. Amen. அப்படி என்றால் இந்த இரவில உங்களை பார்த்து நாங்க prophesy பண்ணுகிறோம். You are the seed of Abraham. Amen. Generation will see your blessing and generation will enjoy your multiplication. അതുകൊണ്ട് നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്തേ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ വർദ്ധിക്കപ്പെടും. Amen. Simple step. Amen. Hallelujah. Stand firm in Christ. உங்களுக்கு செய்ய வேண்டிய ஒற்ற காரியம், amen, கிறிஸ்தை விட்டு amen நீங்க அசையாமல் உறுதியாக in Christல நின்று கொள்ளுங்க. Amen. നിങ്ങൾ അതുകൊണ്ട് ക്രിസ്തുവിൽ amen ഉറച്ചു നിന്നാട്ടെ. amen ക്രൈസ്റ്റിൽ ഉറച്ചു നിന്നാൽ ആമേൻ 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 ആ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ലോർഡ്, ഇവിടെ പൗലോസ് പറയാ ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കുന്നത് ദൈവമാണെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. Amen. Hallelujah. பாருங்க Paul இந்த இடத்துல சொல்கிற வேர்ட் என்ன? Amen. Hallelujah. God. Amen. Amen. He only. Amen. Hallelujah. Amen. Amen. Gives the ability to stand firm for Christ. Hallelujah. നോക്കേ, ആമേൻ ആ ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കുന്നു. പൗലോസ് പറയാ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. அமேன். பாருங்க அமேன் கிரைஸ்ட்ல அமேன் அமேன் ஃபர்ம் ஆக நிற்கக்கூடியதான தன்மை உள்ளதும் அமேன் நம்மளை அனாயிண்ட் பண்ணினதும் அமேன் தேவனே என்று சொல்லி வார்த்தை சொல்கிறது. അപ്പം നമ്മളെ ക്രൈസ്റ്റിലേക്ക് നടത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ പിതാവാം ദൈവമാണ്. அப்போ இன் கிரைஸ்டுக்கு நேராக நம்மை லீட் பண்ண அதிகமாக வாஞ்சிப்பவர் ஃபாதர் காட். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം ആമേൻ ബേബിയോ എന്നുള്ള പദമാ. ആമേൻ ആ വേർഡ് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഹു എസ്റ്റാബ്ലിഷ് us with you in Christ. ആമേൻ ആ പദത്തിന് ആമേൻ ബേബിയോ എന്നുള്ള പദമാ. അതിനകത്ത് ആ പദത്തിന്റെ അർത്ഥം സ്ട്രോങ് ആയി നമ്മളെ ഒന്നിൽ ഉറപ്പിക്കുന്നതിനാണ് ആ പദം പറയുന്നത്. அமேன். பாருங்க அமேன் எஸ்டாப்லிஷ் இல்லபிட்டல் ஃபர்ம் என்றதுடைய அமேன் கிரீக் வேர்ட் அமேன் பேபியோ என்றதான ஒரு வேர்ட். அதுக்கு என்ன அர்த்தம்? டு மேக் ஃபர்ம், எஸ்டாப்லிஷ், கன்ஃபர்ம், மேக் ஷூர். அமேன் இன் கிரைஸ்ட்ல ஷுவர்ட்டியோட நிக்கத்தனதான
സ്റ്റേബിലിറ്റി. അതുதான் ബേബിയോ എന്നതാണ് വേർഡ്. ഓ, അതിനകത്ത് നമ്മളെ സ്റ്റേബിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ടും നമ്മളെ ഉറപ്പിക്കുന്നതിനാണ് ബേബിയോസ് എന്ന് പറയുന്നത്. Amen. Baby means stable ஆக, amen, sure ஆக, amen, நம்மளை confirm பண்ணி நிறுத்துவது. அதுதான் baby. Hallelujah. Amen. He who has established us with you in Christ is God. ആ ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വേറെ ആരുമല്ല, പിതാവിന്റെ ഇഷ്ടമാണ്. നമ്മൾ എവിടെ ഉറയ്ക്കണം? ക്രിസ്തുവിൽ ഉറയ്ക്കണം. Amen. Hallelujah. This is the will of our heavenly Father. Amen. To establish us. Amen. Amen. We should be, amen, firm in Christ. That is the will of our heavenly Father. He only, amen, make this. Amen. അതുകൊണ്ട് പിതാവിന്റെ ആഗ്രഹം ഇതാണ്. ഒന്ന് അതിനെ സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. പിതാവിന്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ക്രിസ്തുവിൽ എസ്റ്റാബ്ലിഷ് ആകണം. Amen. Hallelujah. This is the will of my heavenly Father, that I should be established in Christ. Hallelujah. Hallelujah. കാരണം പിതാവ് നമുക്കുള്ള സകല ടേബിളും, ആ ബ്ലെസ്സഡ് ടേബിൾ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. Amen. ஏனென்றால், amen, Father God நமக்கு முன்பதாக blessed ஆன டேபிளை prepare பண்ணியிருப்பது in Christல. Hallelujah. Hallelujah. കാരണം all blessing, എല്ലാ ബ്ലെസ്സിങ്ങും, എല്ലാ നന്മകളും, എല്ലാ പ്രോമിസും ഇപ്പോൾ വന്ന് നിലനിൽക്കുന്നത് ഇൻ ക്രൈസ്റ്റിലാണ്. Amen. പാരുന്ന, amen, every promises, every blessings, every covenant, that all gathered, now all things are gathered in Christ only. Hallelujah. Amen. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, Amen. Listen to the word. Amen. Hallelujah. കർത്തരുடைய വാഗ്ദത്തങ്ങൾ, promises എவ்வளவு இருந்தாலும், ഒന്നും കൂടെ ശ്രദ്ധിച്ച, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, Amen. Hallelujah. Amen. 20th wordல, Amen, என்ன சொல்கிறது? Amen. Amen. கர்த்தருடைய, Amen, Amen, வாக்குத்தத்தங்கள் எவ்வளவு இருந்தாலும், ആമേൻ, അവിടെ വചനം പറയുക, അത് ക്രിസ്തുവിൽ, ആമേൻ, ഊവ്, ആ ഊവ് എന്ന പദത്തിന് നായ് എന്നുള്ള ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. Amen. பாருங்க. Amen. Hallelujah. For all God's promises have, Amen, fulfilled. அதுக்கு, Amen, நை என்றதான, Amen, Hallelujah, ஒரு Greek word சொல்கிறது. ആമേൻ, നായ്, ക്രിസ്തുവേശുവിൽ ആ പദത്തിന് പറയുന്നത് നായ് എന്നുള്ള പദമാണ്. Amen. பாருங்க. Amen. அந்த வேர்டுக்கு, Amen, நை என்றதான Greek word ആ சொல்லப்படுகிறது. പദത്തിന്റെ അർത്ഥം, ആമേൻ, അഷ്വേർഡ്ലി, വേർഡ്ലി, ട്രൂലി, തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ അത് അഷ്വേർഡ് ആണ്, അതിന് ഒരു ചേഞ്ച് ഇല്ല, ഒരു മാറ്റവുമില്ല. Hallelujah. அப்ப பாருங்க, நை என்று சொன்னால், Amen, surely, Amen, assuredly, Hallelujah. அப்போ, Amen, அதுக்கு என்ன மீனிங் அப்படி சொன்னா, no change. Amen. Hallelujah. எந்த விதமான மாற்றம் இல்ல, அவ்வளவுக்கு அதிகமாக surety தான் அந்த வேர்டு காட்டுகிறது. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ, എന്റെ വാഗ്ദത്തത്തിന് ക്രിസ്തുവേശുവിൽ വന്നാൽ അതിന് ഒരു മാറ്റവുമില്ല. Amen. பாருங்க, Amen, என்னுடைய promise in Christல வந்தால், Amen, there is no change for my promise in Christ. ആമേൻ. ആ പ്രോമിസിന് എപ്പാഗലിയ എന്നുള്ള ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. Amen. എപ്പഗലിയ എന്നതാണ് വേർഡ് தான் promiseக்கு சொல்லப்பட்டிருக்கிறது. ആമേൻ. പ്രോമിസ് ഗുഡ് ഓർ ബ്ലെസ്സിംഗ്, ദൈവത്തിന്റെ, ആമേൻ, വാഗ്ദത്തങ്ങളും, ആമേൻ, അനുഗ്രഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. Amen. பாருங்க, நன்மையானதோ ஆசீர்வாதமோ ஆன கர்த்தருடைய வார்த்தைகள். Amen. ദൈവത്തിന്റെ പ്രഖ്യാപനം, അനൗൺസ്മെന്റ്, ദൈവത്തിന്റെ വാഗ്ദാനം. Amen. பாருங்க, God's announcement. Amen. Hallelujah. Amen. God's, Amen, Amen, words. ആമേൻ. അനൗൺസ്മെന്റ്, പ്രോമിസ്, ആമേൻ, ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ, ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ പ്രോമിസ്, ഇതിനാണ് എപ്പഗലിയ എന്ന് പറയുന്നത്. Epagalia means, Amen, each and every announcement, every promises, every word, Amen, that is good or blessing that is coming from God's mouth. Amen. That is The Epagalia. word says there is no change in Christ. Amen. வார்த்தை சொல்கிறது, இயேசு கிறிஸ்துவுக்குள் அதுல மாற்றமே. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്, എന്റെ ക്രിസ്തുവിൽ there is no change in Christ Jesus. Amen. Hallelujah. பாருங்க, இன்னைக்கு எத்தனை பேர் இந்த வேர்டை டிக்ளேர் பண்றீங்க, கிறிஸ்து இயேசுவுக்குள் என்னுடைய வாக்குத்தத்தங்களுக்கு எந்த மாற்றமும் இல்லை. അങ്ങനെയാണെങ്കിൽ ഒരു അൺചേഞ്ചിങ് പ്രോമിസ്, ആമേൻ, എന്റെ മേൽ ഉണ്ടെന്ന് എത്ര പേർക്കൊന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിയും? அப்படி என்றால், Amen, மாற்றம் இல்லாததான சில வாக்குத்தத்தங்கள் என் மேல் இருக்கிறது என்று எத்தனை பேருக்கு டிக்ளேர் பண்ண முடியும்? ഇന്ന് എത്ര പേർ ആ റിലത്തിലേക്ക് ഒന്ന് എൻ്റർ ആകാൻ റെഡിയാ?
ready-யா? ஓ எத்தனை நபர்கள் அந்த ரலத்துக்கு என்டர் ஆக ரெடியா இருக்கிறீங்க? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ക്രൈസ്റ്റ് ജനറേഷൻ വേൾഡിന് പ്രാപിക്കാൻ പറ്റാത്ത എപ്പഗലിയ ദൈവത്തിന്റെ പ്രഖ്യാപനത്തെ, ദൈവത്തിന്റെ അനൗൺസ്മെന്റ്സ്, ഗോഡ്സ് അനൗൺസ്മെന്റ്, ആമേൻ, ഓ ഗോഡ്സ് പ്രോമിസ്, ഗോഡ്സ് ആമേൻ അനൗൺസ്മെന്റ്, ഗോഡ്സ് ബ്ലെസ്സിംഗിലേക്ക് നിങ്ങൾ ഇന്ന് ആ ഋളത്തിൽ എൻട്രായി നിങ്ങൾ അതിനെ പ്രാപിക്കാൻ പോകുകയാണ്. Amen. Children of God, Christ generation இந்த இரவிலே அமேன் தேவனுடைய அப்பகல்லியா வேர்ல்டுக்கு ரிசீவ் பண்ண முடியாதத வேர்டு வழியாக உங்களுடைய வாழ்க்கையில அந்த அப்பகல்லியா each and every announcement, each and every good and blessing words that coming from God's mouth, that appagalia is going to manifest in your life. Oh, in declare in Christ unchanging promise of God, in Christ unchanging blessings of God. Amen. Hallelujah. மாற்றமில்லாததான தேவனுடைய வாக்குத்தத்தங்கள், மாற்றமில்லாததான தேவனுடைய ஆசீர்வாதங்கள். ഓ അപ്പൊ അത് നോക്കിയേ, ഓ ഐ മീൻ എത്ര വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും, Amen. Hallelujah. Listen to the word, for whatever promises of God. from Genesis to Revelation, Amen. ஆதியாகமம் முதல் வெளிப்படுத்தல் விசேஷம் வரைக்கும் എത്ര വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും, whatever the promises are. ഐ മീൻ ദൈവം അത് ആരെ നോക്കി പറഞ്ഞതാണെങ്കിലും, Amen. Hallelujah. யாரை பார்த்து கர்த்தர் சொன்னதாக இருந்தாலும், ആദാമിനോട് പറഞ്ഞതാണെങ്കിലും, அது ஆதமினிடத்துல சொன்னதானாலும், അത് നോഹയോട് പറഞ്ഞതാണെങ്കിലും, அது நோவானிடத்துல അത് சொன்னதானாலும், ഡേവിഡിനോട് அது പറഞ്ഞതാണെങ്കിലും, டேவிட பார்த்து അത് சொன்னதானாலும், സോളമനെ നോക്കി அது പറഞ്ഞതാണെങ്കിലും, சோலமனை பார்த்து சொன்னதானாலும், അത് ഏത് കിങ്ങിനെ നോക്കി പറഞ്ഞതാണെങ്കിലും, அது எந்த கிங்க பார்த்து சொன்னதானாலும், ഏലിയാവിനെയോ ഏലീഷയോ നോക്കി പറഞ്ഞതാണെങ്കിലും, அது எலியா எலீஷாவோடு சொல்லப்பட்டதானாலும், നെഹമ്യാവിനെ നോക്കി அது പറഞ്ഞതാണെങ്കിലും, நெகேமியாவை பார்த்து சொன்னதானாலும், യശയാവിനെ നോക്കി പറഞ്ഞതാണെങ്കിലും, ஐசையாவை பார்த்து சொன்னதானாலும், മുഴുവൻ വേർഡും, Amen. Hallelujah. All the word of God. ആമേൻ, all എപ്പഗല്ലിയ, Amen. Hallelujah. എല്ലാ എപ്പഗലിയ, എല്ലാ promises. ആമേൻ, ഇതെല്ലാം ഇൻ ക്രൈസ്റ്റിൽ, ആമേൻ, ഇതെല്ലാം ഇൻ ക്രൈസ്റ്റിൽ അൺചേഞ്ചിങ് ആയി, ചേഞ്ച് ഇല്ലാതെ ഇത് കിടപ്പുണ്ട്. Amen. பாருங்க in Christல, Amen, இந்த എല്ലാ എപ്പഗലിയായും, Amen, unchanging ആക in Christல, Amen, Amen ഓ ഇருக்கு. ഇന്ന് എത്ര പേർ പറയും വേർഡിനകത്ത് ജെനസിസ് ടു റെവലേഷൻ ഓരോ ഇടത്തിലും ദൈവം അനൗൺസ് ചെയ്ത, ദൈവം പ്രഖ്യാപിച്ച ആ പ്രോമിസ് ഇപ്പോൾ ഇൻ ക്രൈസ്റ്റിനകത്ത് കിടപ്പുണ്ട്. Amen. Hallelujah. அத்தனை பேருக்கு declare பண்ண முடியும் from Genesis to Revelation, each and every epigalia. Amen. God spoke to each and every person. Amen. That is already in Christ. ഓ നൗ വേർ ഈസ് ക്രൈസ്റ്റ്? Amen. இப்போ கிறிஸ்து எங்க இருக்கிறார்? ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. Amen. இப்போது அந்த கிரைஸ்ட் எனக்குள்ள இருக்கிறார். ഐ ആം ഇൻ ക്രൈസ്റ്റ്. Amen. நான் கிறிஸ்துவுக்குள் இருக்கிறேன். മുഴുവൻ വാക്തത്വത്തിന്റെയും ഉറവിടമായ ഉറവയായ ക്രിസ്തു ഇപ്പോൾ എന്നിലാണെന്നും ഞാൻ ക്രിസ്തുവിലാണെന്നും എത്ര പേർക്ക് ഉറപ്പോടെ ഒന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നു? Amen. Hallelujah. Amen. How many of you can believe that? Amen. Hallelujah. The fountain, Christ. Amen. Who is the fountain of each and every promises? He is in me and I am in Christ. ഓ ദൈവത്തിന്റെ മുഴുവൻ അനൗൺസ്മെന്റും വന്ന് ക്രൈസ്റ്റിൽ കിടക്കുകയാണ്. Amen. Each and every announcement of God, that is already fulfilled in Christ. ഹല്ലേലൂയ. കാരണം ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഓരോ വ്യക്തിയും അവരെല്ലാരും ക്രൈസ്റ്റിന്റെ ഷാഡോയാണ്. Amen. Each and every person in the old covenant, he was a shadow of Christ. Adam was the image of Christ. Amen. Adam ക്രൈസ്റ്റിന്റെ ഇമേജ് ആയിരിക്കുന്നതിന്റെ വാക്യം. എലിയ ക്രൈസ്റ്റിന്റെ ഒരു പ്രൊഫറ്റിക്കൽ ഷാഡോയാണ്. Amen. എലിയ എന്ന് சொல்வது ക്രൈസ്റ്റിനുடைய ഒരു പ്രൊഫറ്റിക്കൽ ഷാഡോ ആകുന്നു. ക്രൈസ്റ്റിന്റെ ഒരു അപ്പോസ്തലിക് ഷാഡോയാണ്. Amen. മോസസ്, Amen, ക്രൈസ്റ്റിനുடைய അപ്പോസ്തലിക് ഷാഡോ ആയിരുന്നു. ഡേവിഡ് ക്രൈസ്റ്റിന്റെ ഒരു കിങ്ലി ഷാഡോയാണ്. Amen. ഡേവിഡ് എന്ന് சொல்வது ക്രൈസ്റ്റിനുடைய ഒരു കിങ്ലി ഷാഡോ ആയിരുന്നു. പഴയ നിയമത്തിലുള്ള ഓൾ സെയിന്റ്സ് അത് ക്രൈസ്റ്റിന്റെ ഷാഡോയാണ്. Amen. Each and every saint, Amen, that who were in the old covenant, they were shadows of Christ. ജോസഫ് ക്രൈസ്റ്റിന്റെ ഒരു ഫേവറിന്റെ ഷാഡോയാണ്. Amen. பாருங்க, யோசேப்பு இயேசு கிறிஸ்துவினுடைய, Amen, ഫേവറിനുடைய ഷാഡോവാ இருக்கிறார். അപ്പൊ ഈ മുഴുവൻ ബ്ലെസ്സിങ്ങും ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ക്രൈസ്റ്റിലാണ്. அப்ப பாருங்க, இந்த full blessingum இப்போது வந்து நிற்கிறது in Christல. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ഒരു ഉറപ്പുണ്ട്? Me and Christ is one spirit. Amen. Hallelujah. இப்ப எத்தனை பேருக்கு இந்த ஷுவர்ட்டி இருக்கிறது? நானும் கிரைஸ்டும் நாங்க one spirit ஆக No இருக்கிறோம். one can separate me from Christ. Amen. எந்த நபருக்கும் என்னையும் கிறிஸ்துவையும் இனி வேறு பிரிக்க முடிவதில்லை. Me and Christ is one. Amen. நானும் கிறிஸ்துவும் இப்போ ஒன்றாக இருக்கிறோம். Christ is my head. Amen. கிரைஸ்ட் கிறிஸ்துவானவர் என்னுடைய தலையாக இருக்கிறார். Oh, Christ is my bridegroom. Amen. கிரைஸ்ட் அவர் என்னுடைய
மணவாளராக I இருக்கிறேன். am the bride of Christ. ஆமென். நான் கிறிஸ்துனுடைய மணவாட்டியாய் இருக்கிறேன். Oh, I am the body of Christ. நான் கிறிஸ்துனுடைய பாடியாக இருக்கிறேன். Christ is my head. ஆமென். கிறிஸ்து என்னுடைய தலையாக இருக்கிறார். Me and Christ is one. ஆமென். நானும் கிறிஸ்து ஒன்றாக இருக்கிறோம். Hallelujah. മുഴുവൻ amen മുഴുവൻ ഷാഡോയുടെയും റിയലായ ക്രൈസ്റ്റും ഞാനും ഒന്നാണെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ എന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നു? அப்ப ஓல்டு கவர்னன்ட்ல சகல ஷாடோவா இருக்குதுனுடைய ரியாலிட்டியான ஆமென் ட்ரூத்தான கிறிஸ்தும் நானும் இப்போ ஒன்றாக இருக்கிறோம் என்று எத்தனை பேருக்கு பிலீவ் பண்ண ഓ முடிகிறது? എന്ന് പറഞ്ഞ് ഞാനും ക്രിസ്തുവും രണ്ടല്ല, Amen. ഞങ്ങൾ ഒന്നാണ്. ஆமென். ஹalleluya. Christ and me, we are not two, we are one. ഓ ഒന്നും കൂടി അതിനെ നിങ്ങൾ Hallelujah. ഉറപ്പിക്കാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്ന് ഡിക്ലെയർ ചെയ്തേ, Amen. ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. Me and Christ, ஆமென், we are not two, we are one. I mean, my real bridegroom is Christ. ஆமென். என்னுடைய மெய்யான ஆத்தும மணவாளர் கிறிஸ்துவே. Hallelujah. ஹalleluya. Amen. ഞാനും ക്രിസ്തുവും ഒന്നാണെന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ஆமென். Me and Christ, we are one. Hallelujah. Amen. അങ്ങനെയാണെങ്കിൽ all promise is belongs to me. ஆமென். அப்படி என்றால் எல்லா ப்ராமிசஸும் அது எனக்குரியதாய் இருக்கிறது. Hallelujah. Amen. ക്രിസ്തു എന്റെ സ്വന്തമാണെങ്കിൽ, Amen. If Christ belongs to me, ഞാനും ക്രിസ്തുവും ഒന്നാണെങ്കിൽ, if me and Christ we are one, ആമേൻ, ക്രിസ്തുവിലുള്ള സകല പ്രോമിസും അത് എന്റെ സ്വന്തമാണ്. amen, each and every promises in Christ that belongs to me also. Hallelujah. Hallelujah. ആമേൻ. എവിടെ വീണ്ടും ആ പദത്തെ ഒന്ന് നോക്കിയേ. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, Amen. And the word நம்மள பார்த்து என்ன சொல்கிறது? Whatever promises of God. Hallelujah. Amen. For all the promises of God Amen. தேவனுடைய வாக்குத்தத்தங்கள் எல்லாம், in him are yes. Amen, அவருக்குள், yes. Amen. ആ പദത്തെ ഒന്ന് പറഞ്ഞ for all the promises of God. Amen. எத்தனை பேர் அது வாத்திறந்து டிக்ளரேஷன் பண்ண வாஞ்சிக்கிறீங்க? Amen. Amen. தேவனுடைய எல்லா வாக்குத்தத்தங்கள், ആ വേർഡിനെ നിങ്ങൾ വാ തുറന്നൊന്ന് ഡിക്ലെയർ ചെയ്ത് for the all promises of God. Amen. இன்னைக்கு எத்தனை பேர் வாய்களை திறந்து Amen அதை அறிக்கை பண்ண வாஞ்சிக்கிறீங்க? தேவனுடைய எல்லா வாக்குத்தத்தங்களும் In Christ are yes. Amen. கிறிஸ்துவுக்குள், yes. Hallelujah. എന്റെ ഹെഡായ, എന്റെ മണവാളനായ, ആമേൻ, എന്നിൽ ഒന്നായിരിക്കുന്ന, ആമേൻ, ആ ക്രിസ്തുവിൽ all the promises are yes. Amen. பாருங்க, என்னுடைய மணவாளராயிருக்கிற, என்னுடைய தலையாயிருக்கிற, Amen, என்னுடைய இயேசு கிறிஸ்துவுக்குள் எல்லா வாக்குத்தத்தங்களும் yes. Hallelujah. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ വാഗ്ദത്തത്തിന് വളരെ അടുത്തായിരിക്കുന്ന ഒരു വ്യക്തിയാണ്? Amen. Hallelujah. Then how many of you can declare that I'm so closer to all the promises? ആമേൻ. ദൈവമക്കളെ, ഇൻ ക്രൈസ്റ്റിലാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മേൽ ഇത് ബ്ലാസ്റ്റ് ആകാം. Amen. Hallelujah. Amen. தேவ பிள்ளைகளே, இன் கிரைஸ்ட்ல இருக்கிற உங்களுடைய லைஃப்ல எப்ப வேணுமாலும் இந்த blessing blast பண்ணலாம். Oh, God's children, you are like an Aaron's rod. Amen. Hallelujah. Amen. Children of God, நீங்க ஆரோனுடைய கோல் போல இருக்கிறீங்க. നിങ്ങൾ അഹരോന്റെ വടി പോലെ ഏത് സമയം നിങ്ങളിപ്പോൾ ഡ്രൈ ആയിരിക്കാം, ഉണങ്ങിയതായിരിക്കാം, നോ ഫുഡ് ഇൻ യുവർ ലൈഫ്, അങ്ങനെ ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കാം, പക്ഷേ ഏത് സെക്കൻഡിലും നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകും. Amen. Hallelujah. பாருங்க, அமேன், நீங்க ஆரோனுடைய ஒரு அமேன் கோல் போல இருக்கிறீங்க. அமேன். இப்போ ஒரு பாசிபிலிட்டி இல்ல, அமேன், ட்ரைனஸா இருக்கலாம், பட் எனி செகண்ட், அமேன், hallelujah, you can be fruitful. Hallelujah. നിങ്ങൾ ബ്ലെസ്സിങ്ങിന്റെ പുറകെ ഓടേണ്ട കാര്യം ഇല്ല. Amen. No need to run, amen, behind the blessings. നിങ്ങളുടെ ബ്ലെസ്സിങ് ഇരിക്കുന്ന റെസ്റ്റിലാണ്. Amen. Your blessing is in the rest. ആമേൻ. നിങ്ങളുടെ ബ്ലെസ്സിങ് ഇരിക്കുന്ന റണ്ണിങ്ങിനകത്തല്ല. Amen. Your blessing is not in running. ആമേൻ. നിങ്ങളുടെ ബ്ലെസ്സിങ് ഇരിക്കുന്നത് അത് വർക്കിലല്ല. Amen. Your blessing is not in work. ഓ, നിങ്ങളുടെ ബ്ലെസ്സിങ് ഇരിക്കുന്നത് റെസ്റ്റിലാണ്. Amen. Your blessing is in rest. Hallelujah. Amen. ആമേൻ. എത്ര പേർക്ക് അതിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയും? Amen. എത്ര പേർക്ക് അത് റിസീവ് பண்ண முடியும்? നിങ്ങൾ ഓൾ ബ്ലെസ്സിങ്, ആമേൻ, അത് ആക്റ്റീവ് ആകുന്നത് വർക്കിലല്ല, മറിച്ച് റെസ്റ്റിലാണ്. Amen. உங்களுடைய blessing அது ஆக்டிவ் ஆகிறது, amen, ரன்னிங்ல அல்ல, ரெஸ்டிங்ல. Where is your resting place? Amen. Hallelujah. உங்களுடைய ரெஸ்டிங் பிளேஸ் எங்க? Christ is your resting place. Amen. கிறிஸ்து தான் உங்களுடைய ரெஸ்டிங் பிளேஸ் என்று ആമേൻ. சொல்றாங்க. എത്ര പേർക്ക് അതിനെ ഒന്ന് സ്വീകരിച്ചിട്ട് പറയാൻ കഴിയും? എന്റെ ഫ്രൂട്ട്സ്, എന്റെ ബ്ലെസ്സിങ്, ആമേൻ, അത് എന്റെ റെസ്റ്റിലാണെന്ന് പറയാൻ. Amen. How many of you can declare my fruitfulness that is in my rest? Amen. That is in my resting place. ആമേൻ. എവിടെ നിങ്ങൾക്ക് ശലോം ഉണ്ടോ,
Amen. And where you are enjoying the shallow. എവിടെ നിങ്ങളുടെ സ്വസ്ഥതയുണ്ടോ, Amen. Where you can enjoy the rest. you can receive, you can enjoy more fruitful in your life. Amen. There, amen. In Christ, you can enjoy more fruitfulness. அந்த இடத்துல உங்களுக்கு அதிகமான கனிகளை என்ஜாய் பண்ண முடியும். എവിടെ നിങ്ങൾ ഡിസ്റ്റർബ് ആകുന്നോ, Amen. എந்த இடத்துல நீங்க டிஸ்டர்ப் ஆகுறீங்க, എവിടെ നിങ്ങൾ ബിസി ആകുന്നോ, எந்த இடத்துல நீங்க பிஸி ஆகுறீங்க, എവിടെ നിങ്ങൾ സാലറിയുടെ നന്മയുടെ പുറകെ ഓടുന്നുവോ, Amen. எந்த இடத்துல நீங்க physical blessing, salary, Amen. உங்களுடைய Amen physical-க்கு பின்பதாக ஓடுறீங்களோ, ഓ നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ അറിയുന്നില്ല, യു ഡോണ്ട് നോ വാട്ട് ഈസ് യു ലോസ്, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. Amen. எதை நீங்க இழந்து போகிறீர்கள் என்பதை நீங்கள் அறியாமல் இருக்கிறீர்கள். ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ റണ്ണിങ് ആണെങ്കിലും Amen. 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 Even though you are running in the physical realm, യുവർ സോൾ ക്യാൻ റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. Amen. உங்களுக்கு soul-ல in Christ-ல Amen resting place-ல இருக்க முடியும். ഓ ആമേൻ. എത്ര പേർ പറയും എപ്പോഴും ഇനി എന്റെ സോൾ ഒരു റെസ്റ്റിംഗ് പ്ലേസിലായിരിക്കും. Amen. Hallelujah. என்னுடைய soul, என்னுடைய Amen ஆத்துமா எப்பொழுதும் in Christ-ல இளைப்பாறுதலுக்குள் இருக்கும் என்று எத்தனை பேர் Oh, declare dear children of God, you can, amen, you can abide in Christ. Amen. தேவ பிள்ளைகளே, உங்களுக்கு கிறிஸ்து இயேசுவுக்குள் நிலைத்திருக்க முடியும். Hallelujah. Amen. Amen. നിങ്ങൾക്ക് ഇൻ ക്രൈസ്റ്റിലാണോ ഗോഡ്സ് എപ്പഗലിയോ ഓൾ അനൗൺസ്മെന്റ് ഓൾ പ്രോമിസ്, ആമേൻ, ആ പ്രോമിസിന്റെ ആ വേൾഡിനകത്തേക്കാണ് നിങ്ങൾ എൻ്റർ ആകുന്നത്. Amen. நீங்க in Christ-ல என்று சொன்னால், Amen. Hallelujah. The world of promise. Hallelujah. வாக்குத்தத்தங்களுடைய Amen. ஒரு வேர்ல்டுக்குள்ள தான் நீங்க என்டர் ஆகுறீங்க. Christ is your secret place and Christ is your blessing world. Amen. Hallelujah. கிறிஸ்து என்பவர் Amen. உங்களுடைய ரகசிய இடமாகவும் உங்களுடைய വാക്കുത്തത്തങ്ങളുടെ ഉലകമാகவும் Amen. இருக்கிறார். ക്രൈസ്റ്റ് നിങ്ങളുടെ സീക്രട്ട് പ്ലേസ് ആണ്, അതുപോലെ തന്നെ ക്രിസ്തു നിങ്ങളുടെ ഒരു വേൾഡ് ആണ്. Amen. கிரைஸ்ட் உங்களுடைய சீக்ரெட் பிளேஸ். Amen. Amen. ஒரு ரகசிய இடம் மட்டுமல்ல, அதே சமயம் கிறிஸ்துவான உங்களுடைய உலகமாகவே இருக்கிறார். നിങ്ങൾക്കൊന്ന് ബോൾഡ്ലി ഒന്ന് അനൗൺസ് ചെയ്യാവോ? Amen. உங்களுக்கு அது Amen boldness-ஓடு கூட உங்களுக்கு அதை டிக்ளேர் பண்ண முடியுமா? My heaven is Christ. Amen. என்னுடைய பரலோகம் என்று சொல்வது கிறிஸ்து இயேசுவே. Boldly, amen, അതിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യാം. My heaven is Christ. Amen. Hallelujah. How many of you can declare my heaven is Christ? Amen. My kingdom is Christ. Amen. என்னுடைய ராஜ்யம் அது கிறிஸ்துவே. Yes, my house is Christ. Amen. என்னுடைய வீடு கிறிஸ்துவானவரே. Amen. അതിനെ ഒന്ന് അനൗൺസ് ചെയ്ത് നിങ്ങളൊന്ന് പ്രഖ്യാപിച്ചാട്ടെ. Amen. You can announce it. Amen. You can declare it. Hallelujah. Hallelujah. പിതാവിന്റെ മുഴുവൻ ഫുൾനെസ്സും പിതാവിന്റെ മുഴുവൻ അനൗൺസ്മെന്റും പിതാവിന്റെ മുഴുവൻ ആമേൻ ആ പെർഫെക്ഷനും അത് ക്രിസ്തു യേശുവിലാണ്. Amen. Father God-നുடைய എല്ലാ announcement, Father God-നുடைய എല്ലാ Amen, Amen blessing, Father God-നുடைய എല്ലാ Amen, Amen ആശീർവാദങ്ങൾ ഇതെല്ലാമേ Amen in Christ If you are in Christ, நீங்க கிறிஸ்துவுக்குள் என்றால் you are the perfection of Father God. Amen. நீங்கள் Amen பிதாவினுடைய பரிபூர்ணத்துக்குள் இருக்கிறீர்கள். Or if you are in Christ, நீங்க கிறிஸ்துல இருக்கிறீங்கன்னு சொன்னா you are in the perfection of Father God Yahweh. Amen. Father God-னுடைய பெர்ஃபெக்ஷன்க்குள்ள நீங்க இருக்கிறீர்கள். Or if you are in Christ, Amen. நீங்க கிறிஸ்துவுக்குள் இருக்கிறீர்கள் என்றால் you are in the promise of Father God. Amen. நீங்கள் பிதாவினுடைய வாக்குத்தத்தங்களுக்குள்ளாக If you இருக்கிறீர்கள். are in Christ, நீங்கள் கிறிஸ்துவுக்குள் இருக்கிறீர்கள் you என்றால் are in the all blessings of Father God. Amen. நீங்கள் பிதாவினுடைய எல்லா வாக்குத்தத்தங்களுக்குள்ளாகவும் இருக்கிறீர்கள். Hallelujah. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ആമേൻ, നിങ്ങൾക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Amen. நீங்க கிறிஸ்துவுக்குள் இருக்கிறீர்கள் என்று சொன்னால் பின்ன உங்களுக்கு பயப்பட வேண்டிய தேவையே There is இல்லை. no fear in Christ. Amen. In Christல உங்களுக்கு எந்த விதமான பயமும் இல்லை. There is no worries in Christ. Amen. கிறிஸ்துவுக்குள் எந்த பாரங்களும் There உங்களுக்கு is இல்லை. no depression. Amen. Amen. In Christல எந்த விதமான டிப்ரெஷனும் இல்லை. Hallelujah. Hallelujah. Amen. In Christ still you are safe. Amen. நீங்க கிறிஸ்து இயேசுவுக்குள் பாதுகாக்கப்பட்டவர்களாய் Oh, இருக்கிறீர்கள். my safety place is Christ. Amen. என்னுடைய பாதுகாப்பினுடைய இடம் கிறிஸ்துவே. എത്ര പേർക്ക് ആമേൻ അതിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും? எத்தனை நபர்களுக்கு அதை டிக்ளேர் பண்ண முடியும்? എത്ര പേർക്ക് അതിനെ ഒന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാനായിട്ട് കഴിയും? அமேன். உங்களில் எத்தனை பேருக்கு அதை ஆமேன் சொல்லி பெற்றுக்கொள்ள അവിടെ முடியும்? ബോർഡ് പറയുക ഇൻ ക്രൈസ്റ്റിൽ ആമേൻ, അവിടെ പറയുന്നു ആമേൻ നാഹി ആമേൻ
அமேன் அந்த இடத்துல அமேன் வார்த்தை என்ன சொல்கிறது? நை. அமேன் that means அமேன் surely, assuredly. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അത് ഡയറക്ട്ലി പറയും. അവിടെ 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 നോ ചേഞ്ച്, അവിടെ മാറ്റമില്ല. அமேன் ஹalleluya. அந்த இடத்துல வேர்ட் என்ன சொல்கிறது? அமேன் அந்த இடத்தில் மாற்றமே இல்லை. ഓ മക്കളെ, മാറ്റമില്ലെങ്കിൽ, அமேன் தெய்வ பிள்ளைகளே, மாற்றம் இல்லாவிட்டால், മാറ്റമില്ലെങ്കിൽ, ചേഞ്ച് ഇല്ലെങ്കിൽ, அமேன் ஹalleluya, மாற்றம் இல்லாவிட்டால் അത് നമ്മുടെ മേൽ എപ്പോ വേണമെങ്കിലും വെളിപ്പെടും. அது நம் மீது எப்ப வேணாலும் வெளிப்படலாம். ഓ എപ്പോ വേണമെങ്കിലും അത് തുറക്കപ്പെടും. எப்போது வேணுமானாலும் அது திறக்கப்படலாம். ക്രൈസ്റ്റ് പറയാം, ഐ ആം ദി ഡോർ. அமேன் இயேசுவானவர் சொல்கிறார், நானே வாசல். ഓ ഒന്ന് ഡിക്ലെയർ ചെയ്ത്, ക്രൈസ്റ്റ് ഈസ് മൈ ഡോർ. அமேன். உங்களுக்கு அதை அறிக்கை பண்ண முடியுமா? கிறிஸ்துவே என்னுடைய வாசல். ക്രൈസ്റ്റ് ഈസ് മൈ ഡോർ. அமேன். கிறிஸ்துவே என்னுடைய வாசல். പ്രോമിസിലേക്കുള്ള ഡോർ. Amen. Hallelujah. Which door? The door to promise. ബ്ലെസ്സിങ്സിലേക്കുള്ള ഡോർ. Amen. The door to blessing. അടുത്ത വേൾഡിലേക്ക്, കിങ്ഡത്തിലേക്കുള്ള വാതിൽ. Amen. தேவ ராஜ்யத்துக்கு நேரான வாசல். അവിടെ അൺചേഞ്ചിങ് പ്രോമിസ് ആണെങ്കിൽ, அந்த இடத்தில் மாற்றமில்லாத வாக்குத்தத்தங்கள் என்றால், ഓ ഒന്ന് ഡിക്ലെയർ, ഐ ഹാവ് അൺചേഞ്ചിങ് പ്രോമിസ് ഇൻ ക്രൈസ്റ്റ്. ஆமென். எனக்கு மாற்றமில்லாத வாக்குத்தத்தங்கள் கிறிஸ்து இயேசுவுக்குள் உண்டு. അതിനെ ഒന്ന് റിലീസ് ചെയ്ത്, അൺചേഞ്ചിങ് പ്രോമിസ്. ஆமென். அதை ரிலீஸ் பண்ணுங்க. மாற்றமில்லாத வாக்குத்தத்தங்கள். ആമേൻ. ഒരു പ്രോമിസ് അല്ല, അൺചേഞ്ചിങ് പ്രോമിസസ് ഓഫ് ഫാദർ ഗോഡ്. ஆமென். ஒரு வாக்குத்தத்தம் அல்ல, மாற்றமில்லாத வாக்குத்தத்தங்கள். ഓ thousands ഓഫ് പ്രോമിസസ്, അതെല്ലാം നിങ്ങളുടെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തമാണ്. ആയിരക്കണക്കാன വാക്കുത്തത്തങ്ങൾ ഇതെല്ലാം നമുക്കുரியது. ഹല്ലേലൂയ. അതിനൊന്ന് ഡിക്ലെയർ ചെയ്ത്, എനിക്ക് ആമേൻ മാറ്റമില്ലാത്ത പ്രോമിസിന്റെ അവകാശിയാണ് ഞാൻ. ஆமென் சொல்லுங்க. மாற்றமில்லாத வாக்குத்தத்தங்களுக்கு சுதந்திரவாளி நான். മാറ്റമില്ലാത്ത പ്രോമിസിന്റെ അവകാശിയാണ് ഞാൻ എന്ന് പറഞ്ഞു. ஆமென். மாற்றமில்லாத வாக்குத்தத்தங்களுடைய சுதந்திரவாளி நான் என்று ഇന്നു சொல்கிறவர்கள். മുതൽ നിങ്ങൾ ചിലതിനെയൊക്കെ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യും, നിങ്ങൾ അതിനെ അനുഭവിക്കും. ஆமென். இந்த நாள் முதல் ஆமென் நீங்க மாற்றமில்லாத சில ஆசீர்வாதங்கள் எல்லாம் உங்கள வாழ்க்கையில அனுபவிப்பீங்க. ലോകം കണ്ടിട്ടില്ലാത്ത ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുക. உலகம் காணாத ஆசீர்வாதங்களை நீங்க என்ஜாய் നിങ്ങൾ பண்ணுவீங்க. ഇപ്പോൾ ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ റിസീവ് ചെയ്ത് തുടങ്ങിക്കൂ. Amen. If you are enjoying the presence of God, you can receive now the കാരണം promises. ഇപ്പോൾ നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ക്രൈസ്റ്റ് റിലം ഓപ്പൺ ആയി കിടക്കുക. Amen. Now in your atmosphere, there is a Christ realm is already open. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടിനകത്താണ് ഇരിക്കുന്നതെങ്കിലും, Even though you are sitting in your house, ഓ നിങ്ങൾ ഇൻ ക്രൈസ്റ്റിലാ. you are in Christ. ഓ നിങ്ങൾ ആ ക്രൈസ്റ്റ് കിങ്ഡത്തിനകത്താ. You are in the kingdom of God. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇടത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ക്രൈസ്റ്റ് റിലത്തിനകത്താ ഇരിക്കുന്നത്. Amen. Even though you are sitting on place, amen, you are in the Christ realm. ആമേൻ. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്നത് എന്തോ ഒന്ന് നിങ്ങളുടെ മേൽ വീഴാൻ പോകുകയാണ്. Amen. Something, amen, that is greater. That, amen, others will be amazed. Amen. That is going to open in your life. ആമേൻ. ഇപ്പോൾ എന്തോ നെക്സ്റ്റ് റിലത്തിനകത്തുള്ളത്, ഹെവൻലി റിലത്തിലുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. Amen. ഒരു നെക്സ്റ്റ് റെലത്തിൽ ഉള്ളത്, അമേൻ, ഹല്ലേലൂയ, അത് ഇപ്പോഴേ ഉള്ള കുടുംബത്തിൽ അമേൻ നടക്ക പോകുന്നത്. എന്തോ ഒന്ന് അസാധാരണമായിട്ടുള്ളത് നിങ്ങളുടെ മേൽ വീഴാൻ പോകുകയാണ്. Something special is going to pour in your life. ഓ ഇപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഇൻ ക്രൈസ്റ്റിൽ നിന്നുകൊണ്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്ത്, ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാണ്. Amen. If anybody is saying, God, I want to see that, please, amen, celebrate Just in the praise blessing him, of Christ. just praise him. ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. Amen. நீங்க praise பண்ண ஆரம்பித்து விடுங்க. ഓ നിങ്ങളൊന്ന് പിതാവിനോട് കണക്ട് ആയി തുടങ്ങിയാട്ടെ. நீங்க பிதாவோடு சேர்ந்து விடுங்க. അന്യഭാഷകൾ ഒന്ന് സംസാരിച്ചു തുടങ്ങിയ, அந்நிய பாஷைகளில் பேச ஆரம்பித்து விடுங்க. ഓ ഒന്ന് അന്യഭാഷകൾ സംസാരിച്ച് അതിനെ ഒന്ന് സ്വീകരിച്ചു തുടങ്ങിയ. அந்நிய பாஷைகளில் பேசிக்கொண்டு அதை ரிசீவ் பண்ண ஆரம்பித்து விடுங்க. Amen. How tongues is a heavenly language. Amen. அந்நிய பாஷை என்று சொல்வது heavenly language. Tongues is a heavenly code. Amen. அது heavenly code ஆக It's இருக்கிறது. a secret language. அது secret language. Oh, that reveals, God's mystery. Amen. அது amen, தேவனுடைய மர்மங்களை நமக்கு Speaking வெளிப்படுத்துகிறது. tongues. Amen. അന്യ ഭാഷകളിൽ പേശും. ഓ ഇത് സംസാരിക്കുമ്പോൾ തന്നെ ജെനിസിസ് ടു റെവലേഷൻ ഉള്ള സകല പ്രോമിസിന്റെയും ഒരു റിവീലിംഗ്, ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുക. ஆமென். நீங்க அந்நிய பாஷைகளில் பேசும்போதே ஆமென், ஹalleluya, ஜெனசிஸ்ல இருந்த ரெவலேஷன் வரையுள்ள சில ப்ராமிசஸ் உடைய manifestation உடைய வாழ்க்கையில நடக்கிறது. ആമേൻ. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുകയാണ്. அது உங்களுடைய லைஃப்ல வெளிப்படுகிறது. ഓ ഞങ്ങൾ ഇന്ന് അതിനെ ഡിക്ലെയർ ചെയ്യുന്നു ആസ് എ സൺ ഓഫ് ഗോഡ്. വി ഡിക്ലെയർഡ്, ആമേൻ, ഇതുവരെ ഇല്ലാത്ത ചിലത് നിങ്ങളുടെ മേൽ സംഭവിക്കും. ஆமென். தேவ பிள்ளைகளே, இன்றைக்கு நாங்க அதை டிக்ளேர் பண்ணுகிறோம். ஆமென். இதுவரை இல்லாத
ചിലത് നിങ്ങളുടെ ലൈഫിലെ ആമേൻ മാനിഫെസ്റ്റ് ആകും. ആമേൻ. പുതിയ ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ ഇന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങും. You are going to enjoy new blessings from today. ആമേൻ. ചിലത് നിങ്ങളുടെ സ്പിരിച്വൽ റിലത്തിനകത്ത് അസാധാരണമായി വെളിപ്പെടും. Amen. Something is going to manifest in your spiritual realm amazingly. ചിലത് നിങ്ങളുടെ സോൾ റിലത്തിനകത്ത് മാനിഫെസ്റ്റ് ആകും. Amen. Something is going to manifest in your soul realm. ആമേൻ. മെന്റലി പ്രോബ്ലംസ് എല്ലാം ഇതിനകത്ത് സോൾവ് ആകും. Every mental issues will be solved. ഓ, യുവർ സോൾ വിൽ ബി പ്രോസ്പർ. നിങ്ങളുടെ സോൾ റിലം അത് പ്രോസ്പർ ആകും. Amen. Your soul realm will be prosper. നിങ്ങൾ ചില വിഷൻ നിങ്ങളുടെ ഫിസിക്കൽ റിലത്തിനകത്ത് സംഭവിക്കും. ചില ബ്ലെസ്സിംഗ് നിങ്ങളുടെ ഫിസിക്കൽ റിലത്തിനകത്ത് മാനിഫെസ്റ്റ് ആകും. Amen. Some blessing also going to manifest in your physical realm also. ആമേൻ. സ്പിരിച്വലി സോൾ റിലത്തിൽ ഫിസിക്കലി എനിക്ക് അതിനെ ഇന്ന് എൻജോയ് ചെയ്യണം, എനിക്ക് അതിനെ റിസീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രൈസ് ചെയ്ത് തുടങ്ങിയാണ്. Amen. If anybody wants to, Amen, wants to sing that, I'm going to enjoy the blessings in my spiritual, physical, and soul realm, then you praise God. ഓ, ചിലരുടെ ലൈഫിൽ അസാധാരണമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഫാമിലിക്കകത്ത് തന്നെ തലമുറകളുടെ മേൽ, ജനറേഷന്റെ മേൽ എല്ലാം ഒരു അസാധാരണമായ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. Amen. Hallelujah. ചില നബറുകളുടെ வாழ்க்கையில ട്രാൻസ്ഫോർമേഷൻ ഉங்களுடைய ഫാമിലി ലൈഫിൽ ഉங்களுடைய ജനറേഷൻസ് മേലെ എല്ലാം அந்த ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രാൻസ്ഫോർമേഷൻ മീൻസ് ക്രൈസ്റ്റ് മാനിഫെസ്റ്റേഷൻ. ട്രാൻസ്ഫോർമേഷൻ മീൻസ് ക്രൈസ്റ്റ് മാനിഫെസ്റ്റേഷൻ. അത് ചിലരുടെ മേൽ അസാധാരണമായിട്ട് സംഭവിക്കുക. അത് ചില നബറുകൾ മേൽ അസാധാരണமாக നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അടുത്ത വേർഡ് പൗലോസ് ഇങ്ങനെ പറയുന്നതാ. നെക്സ്റ്റ് വേർഡിൽ പോൾ ഇവിധமாக சொல்கிறது. ആമേൻ. ഞങ്ങളാൽ ദൈവത്തിനും മഹത്വം ഉണ്ടാകുമാറ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എങ്ങളാൽ ദേവനുക്ക് മഹിമ ഉണ്ടാകുമ്പടിയാക. ഓ, ഞങ്ങളാൽ ദൈവത്തിനും മഹത്വം ഉണ്ടാകുമാറ്. എങ്ങളാൽ ദേവനുക്ക് മഹിമ ഉണ്ടാകുമ്പടിക്ക്. ആമേൻ. ഞങ്ങൾ അതിനെ ആമേൻ എന്ന് പറയും. ആമേൻ. We say amen. ഹല്ലേലൂയ. ആമേൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ ആമേനും ആമേൻ ഉങ്ങളുടെ ഒവ്വൊരു ആമേൻ അത് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. That gives glory to your Father. ഹല്ലേലൂയ. Amen. ആമേൻ. In him amen to the glory of God by us. அமேன். ஹalleluya. அமேன். அமேன். எங்களுக்கு நான் சொல்கிற ஒவ்வொரு ஆமேனும் அது தேவனுக்கு, பிதாவாகிய தேவனுக்கு கிறிஸ்துவுக்குள் மகிமையாக மாறுகிறது. ഹല്ലേലൂയ. ആമേൻ. Hallelujah. ദൈവത്തിന് മഹത്വം എന്ന് വെച്ചാൽ നമ്മുടെ ആമേൻ എന്ന പദം അത് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ஆமென். நம்முடைய ஆமென் என்றதான வார்த்தை அது நம் தேவனை, பிதாவாகிய தேவனை மகிமைப்படுத்துகிறார். ഹല്ലേലൂയ. Hallelujah. എന്ന് വെച്ചാൽ എങ്ങനെയാ ആമേൻ സംഭവിക്കുന്നത്? ആമേൻ ദൈവത്തിന് ആമേൻ പറയുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. Amen. How? Amen. Hallelujah. It happens when I say amen, that will, amen, 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 that will glorify my heavenly Father. കാരണം വചനം പറഞ്ഞു ഈ ക്രൈസ്റ്റിനകത്ത് നമ്മളെ ഉറപ്പിക്കുന്നത് ദൈവമാണെന്ന് വചനം പറയുന്നു. Amen. ஏனென்றால் அமேன் கிரைஸ்டில் நம்மளை அமேன் 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 நம்மளை எஸ்டாப்ளிஷ் பண்ணுவது அமேன் கர்த்தர் என்று சொல்லி நம்ம பார்க்கிறோம். ഈ ക്രൈസ്റ്റിലുള്ളത് അത് പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണെന്ന് പറയുന്നു. அமேன். அது அமேன் இன் கிரைஸ்ட்ல உள்ளது அமேன் ப்ராமிசஸ் ஆஃப் காட், தேவனுடைய வாக்குத்தத்தங்கள் என்று சொல்லி நம்ம பார்த்தோம். ആമേൻ. പ്രോമിസസ് ഓഫ് ഗോഡ് എപ്പഗലിയ, ആമേൻ, ഹോത്തിയോസ്. அமேன். எப்பகலியா ஹோத்தியோஸ். அமேன். தேவனுடைய வாக்குத்தத்தங்கள். ആമേൻ. എപ്പഗലിയ ഹോത്തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട അനൗൺസ്മെന്റ്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഡിക്ലറേഷൻ, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ബ്ലെസ്സിങ്സ്, ദൈവം റിലീസ് ചെയ്തതെല്ലാം ഇപ്പോൾ ഇൻ ക്രൈസ്റ്റിലാണ്. அமேன். ஹalleluya. அப்ப பாருங்க, எப்பகலியா ஹோத்தியோஸ் என்று சொன்னால் அமேன் தேவனிடத்தில் நின்று வந்த வாக்குத்தத்தங்கள், தேவனிடத்தில் வந்த அறிக்கைகள், தேவனிடத்தில் இருந்து சொல்லப்பட்ட நன்மையான ஆசீர்வாதமான வார்த்தைகள் എല്ലാം தான் எப்பகலியா. ആമേൻ. അപ്പോൾ ഇൻ ക്രൈസ്റ്റിലുള്ള പ്രോമിസസ് ആരുടെയാ? അത് ദൈവത്തിന്റെ. എപ്പഗലിയ ഹോത്തിയോസ്. அப்போ each and every promises amen in Christ, that is from amen God. ആമേൻ. അപ്പോൾ ഇൻ ക്രൈസ്റ്റിൽ നമ്മൾ പ്രാപിക്കുന്ന ഈച്ച് ആൻഡ് എവരി പ്രോമിസസ് അത് ആരുടെയാ? അത് ദൈവത്തിന്റെ വകയാ, ദൈവത്തിന്റെ യാഹുവയുടെ പ്രോമിസസിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. அப்போ amen each and every promises we are receiving in Christ, that is the promise of Yahweh, that is amen announced by Father God only. ആമേൻ. അപ്പോൾ ഇതിന്റെ ഹെഡ്, ഇതിന്റെ ഓണർ ആരാണ്? അത് യാഹുവയാണ്. Amen. So amen, the head or the honor of each and every promise, that is Yahweh. അപ്പൊ ഇതിനെ എന്റെ ഫെയ്ത്തിൽ ഞാൻ ആമേൻ പറയുമ്പോൾ, Amen, in my faith, if I declare amen, ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് ഞാൻ ദൈവത്തോട് ചേർന്ന് അതിനെ അംഗീകരിക്കുക.
Amen. When I say amen, I'm also accepting the promises with my heavenly Father. അവൻ ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തെ ഞാൻ അംഗീകരിക്കുക ചെയ്യുന്നത്. Amen. பாருங்க, amen. நான் அந்த வாக்குத்தத்தங்களை அக்செப்ட் பண்ணுறேன், എന്ന് அங்கீகரிக்கிறேன். വെച്ചാൽ ഞാൻ ജിനുമോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ Amen. பாஸ்டர் எனக்கு ஒரு gift தரும்போது അത് ജിനുമോൾ അതിനെ അവഗണിച്ചാൽ എന്നെ അവഗണിക്കുന്നതിന് തുല്യമാണ്. if I neglect that particular gift, I am neglecting pastor. അപ്പൊ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് വേണ്ട, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്നെ അവഗണിക്കുന്നതിന് തുല്യമാണ്. Amen. பாஸ்டர் ஒரு ஈவு அவன் எனக்கு தரும்போது அதை நான் வேண்டாம் என்று சொல்லும் போது அது அந்த ஈவை மட்டுமல்ல கொடுக்கிற நபரையும் அமேன் அது இன்சல்ட் பண்ணும்போதே அவரே ரிஜெக்ட் பண்ணுவதற்கு ஈக்குவலா இருக்கு. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് അംഗീകരിച്ചാൽ അത് എന്നെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. Amen. If I am accepting the gift, I am also accepting him also. ആമേൻ. എന്ന് വെച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന പ്രോമിസിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ സൈനാണ് നമ്മൾ വാക്കൊണ്ട് പറയുന്ന ആമേൻ. Amen. Hallelujah. This is the sign, amen, of each and every promises which God has given in our life. Amen. By saying amen. ആമേൻ. ഞാൻ അതിനെ റിസീവ് ചെയ്യുവാണെന്ന് പറയുന്നതിന്റെ ആമേൻ കീവേഡാണ്, സൈനാണ് ഞാൻ പറയുന്ന ആമേൻ. Amen. பாருங்க, நம்ம ரிசீவ் பண்ணுகிறோம் என்பதனுடைய கீவேர்டு தான் நாம் சொல்கிற ஆமென். അപ്പോൾ ഞാൻ ആമേൻ പറയുമ്പോൾ ഞാൻ പ്രോമിസസിനെ മാത്രമല്ല ദൈവത്തെയും കൂടെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. When I say amen, I'm not accepting God's promises, but amen, I'm also accepting the promise giver, my heavenly Father. ഞാൻ ആമേൻ പറയുമ്പോൾ ഞാൻ ദൈവത്തെ അംഗീകരിക്കുക മാത്രമല്ല, എനിക്ക് ആമേൻ പ്രോമിസുകൾ തന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. When I say amen, I'm not only accepting, amen, the promise giver, but also, amen, it will turn glory for my heavenly Father. ക്രൈസ്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു ആമേൻ പറയുമ്പോൾ അത് നിങ്ങൾ യാഹുവയെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമാണ്. அப்போ நீங்க in Christல ஒரு ஆமென் சொல்லும் போது அது மெய்யாகவே உங்கள heavenly Father-ஐ நீங்க கனப்படுத்துவதற்கு ஆமென் சமமாக இருக்கு. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ മനുഷ്യരോട് നമുക്കൊരു നന്മ വന്നാൽ നമ്മൾ അതിന് താങ്ക്സ് പറയും. ஆமென். மனுஷர் நமக்கு ஒரு நல்ல ஈவை தந்தால் நம்ம அதுக்கு தேங்க்ஸ் சொல்லுவோம். പക്ഷെ നമ്മൾ ഒരിക്കലും മനുഷ്യരോട് നമ്മൾ ആമേൻ പറയാറില്ല. ஆமென். மனுஷரோடு நம்ம ஒருபோதும் ஆமென் சொல்வது இல்லை. ആമേൻ എന്നുള്ള പദം അത് ദൈവത്തോട് മാത്രമുള്ളതാണ്. ஆமென். ஆமென் എന്നதான വേർഡ് അത് ഗോഡോടുള്ള റിലേഷൻഷിപ്പിൽ വരുகிற word. ആമേൻ എന്ന പദം എന്നിൽ നിന്ന് പുറപ്പെട്ടാൽ അത് എന്നിൽ നിന്നും പിതാവിന് ഒരു മഹത്വത്തെ ആമേൻ ഞാൻ കൊടുക്കുന്നതിന് அப்போ തുല്യം. ஆமென் എന്നதான வேர்ഡ് அது என்னில இருந்து வரும்போது மெய்யாகவே தேவனுக்கு நான் மகிமை கொடுப்பதற்கு சமமாக ആമേൻ. இருக்கிறது. ആ പദം മഹത്വം കൊടുക്കുമ്പോൾ ആ ഒറ്റ പദത്തിൽ ആ പ്രോമിസ് എന്റെ അവകാശമായി മാറും. ഞാൻ ആ പ്രോമിസിനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. Amen. When I give glory, amen, by saying amen, that means I am accepting that promise. Amen. That promise will manifest in my life. ആമേൻ. അതുമാത്രമല്ല പിതാവ് പറഞ്ഞതിനോട് ഞാൻ എഗ്രി ചെയ്തു. Amen. Father God சொன்னதுக்கு நான் எக்ரி பண்ணுகிறேன் என்னுடைய அடையாளம் அது. ആമേൻ. ആമേൻ എന്ന പദത്തിന് ഒരു ആമേൻ സിഗ്നേച്ചറിന്റെ പവർ ഉണ്ട്. Amen. பாருங்க, ஆமென் என்றதான வேர்டுக்கு ஒரு சிக்னேச்சர்னுடைய பவர் இருக்குது. ആമേൻ. നിങ്ങളുടെ കരത്തിൽ ഒരാൾ ഒരു ചെക്ക് തന്നാൽ ஆமென். உங்களுக்கு ஒரு நபர் ஒரு செக் தந்தால் ആ ചെക്കിനകത്തൊരു സിഗ്നേച്ചർ കാണും. அந்த செக்குக்குள்ள ஒரு சிக்னேச்சர் இருக்கும். അത് ബാങ്കിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ அது பேங்க்ல நீங்க பிரசன்ட் பண்ண வேண்டும் என்று சொன்னீங்க. നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഉള്ള ഒരു പേ സ്ലിപ്പും കൂടെ അതിനകത്ത് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എഴുതി ആ പേ സ്ലിപ്പും കൂടെ കൊടുത്താലേ ആ ചെക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ஆமென். அந்த செக் பிரசன்ட் பண்ணும்போது உங்களுடைய அக்கவுண்ட் டீடைல்ஸும் எழுதி ஒரு பெயின் ஸ்லிப் நீங்க கொடுக்கும்போது தான் அந்த செக் ஆமென் அக்செப்ட் ஆகும். അതിന്റെ താഴെ ഒരു പോർഷൻ ഉണ്ട് കസ്റ്റമർ സിഗ്നേച്ചർ എന്ന് പറയും. ஆமென். அந்த இடத்துல ஒரு போர்ஷன் இருக்குது கஸ்டமர் சிக்னேச்சர், അല്ലെങ്കിൽ ബാങ്ക് ഹോൾഡർ സിഗ്നേച്ചർ എന്ന് പറയും. பேங்க் ஹோல்ட் சிக்னேச்சர். അത് ചെയ്യാതെ നിങ്ങൾ കൊടുത്താൽ ആ ചെക്കും ആ പെയിൻ സ്ലിപ്പും അവർ റിട്ടേൺ തന്നിട്ട് പറയും നിങ്ങൾ ഇവിടെ സൈൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറയും. ஆமென். அந்த இடத்துல நம்ம சைன் பண்ணாவிட்டால் அந்த செக்கும் அது போலவே ஆமென் ஸ்லிப்பை கொடுத்துட்டு அவங்க சொல்வாங்க சைன் பண்ணிட்டாங்க சொல்லி. അപ്പൊ നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്ത് ആ ചെക്കിനെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് അനുവാദമുണ്ട്, ഞാൻ അനുവദിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് ആ സിഗ്നേച്ചർ. அந்த சிக்னேச்சர் என்று சொல்வது இந்த செக்கை ஆமென் அதை கைமாற்றம் பண்ணி ஆமென் எடுக்க ஆமென் நான் அனுமதிக்கிறேன் என்பதனுடையது. ആമേൻ. ആ ചെക്കിനെ കൈമാറി സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളതിന്റെ ഒരു സൈനാണ് ആ സിഗ്നേച്ചർ. ஆமென். ஹalleluya. அது அதனுடைய டிசையர். ஆமென். அந்த செக் ஆமென் கைமாற்றம் பண்ணுவதற்கு ஆமென் எனக்கு ஒரு டிசைர் இருக்குது என்பதனுடைய ஒரு சைன். ഇതുപോലെ നിങ്ങളുടെ ആമേൻ.
இதுபோலதான் உங்களுடைய ஆமென். ആമേൻ. ദൈവം സൈൻ ചെയ്തു തന്നിരിക്കുന്ന ചെക്കിനെ അത് എനിക്ക് വേണം, എനിക്കതിനെ ആമേൻ എനിക്കത് എന്റെ വകയായി മാറ്റണമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന സിഗ്നേച്ചർ ആണ് നിങ്ങളുടെ ആമേൻ. ஆமென். ஹalleluya. இது போலவே நீங்க சொல்கிறதான ஒவ்வொரு ஆமென் என்று சொல்வதும் ஆமென். கர்த்தர் உங்களோடு வாழ்க்கையில வைத்திருக்கிற ப்ராமிசஸ் அது நீங்க என்ஜாய் பண்ண வேண்டும் என்று நீங்கள் வாஞ்சிக்கிறீர்கள் என்பதனுடைய அடையாளமாக Oh, மாறுகிறது. dear children of God, your amen is not a normal word. Your amen is a powerful word. ஆமென். தேவ பிள்ளைகளே, உங்களுடைய ஆமென் என்று சொல்வது ஒரு நார்மல் வேர்ட் அல்ல. நீங்க சொல்கிற ஒவ்வொரு ஆமெனும் அது ஒரு பவர்ஃபுல் வேர்டாக மாறுகிறது. Hallelujah. Your amen can change your destiny. ஆமென். நீங்க சொல்கிற ஆமென் நிச்சயமாகவே உங்களுடைய டெஸ்டினியை മാറ്റ പോതുമാനതാ Oh, இருக்கிறது. the declare എന്റെ ആമേന് എന്റെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. என்னுடைய ஆமெனுக்கு என்னுடைய டெஸ்டினியை சேஞ்ச் பண்ணக்கூடியதான பவர் இருக்கிறது. Oh, your amen, നിങ്ങളുടെ ആമേൻ ഒരു സിഗ്നേച്ചർ പവർ ഉണ്ട്. உங்களுடைய ஆமெனுக்கு ஒரு சிக்னேச்சர் பவர் உண்டு. ആമേൻ. നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് നിങ്ങളുടെ ആമേൻ. உங்களுடைய சிக்னேச்சர் தான் உங்களுடைய ஆமென். നിങ്ങൾക്ക് ആമേൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അനുവദിക്കുന്നു, അത് ബ്ലെസ്സിങ് എന്റെ മേൽ വരാൻ ഞാൻ അനുവദിക്കുന്നു, ആ ചെക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകാൻ ഞാൻ അനുവദിക്കുന്നു എന്ന് പറയുന്ന സിഗ്നേച്ചർ ആണ് നിങ്ങളുടെ ആമേൻ. ஆமென். அதுக்கு நீங்க ஆமென் அதை அங்கீகரிக்கிறீர்கள், நீங்க அலோ பண்றீர்கள் என்பதனுடைய ஒரு அடையாளம் தான் நீங்க சொல்கிறதான ஆமென். Oh, amen. Through your amen, உங்களுடைய ஆமென் வழியாக, നിങ്ങളുടെ ആമേൻ വഴിയായി உங்களுடைய ஆமென் வழியாக ദൈവത്തിന്റെ ചില ചെക്കുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് രാത്രി ട്രാൻസ്ഫർ ആകാൻ പോകുകയാണ്. கர்த்தருடைய சில ஹெவன்லி செக்குகள் உங்களுடைய അക്കൗണ്ടുக்கு ട്രാൻസ്ഫർ ആകുகிறது. ഓ, ഇന്നൊന്ന് ഡിക്ലെയർ ചെയ്ത ദൈവത്തിന്റെ ചില ചെക്കുകൾ എന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് ട്രാൻസ്ഫർ ആകും. காட்லி செக் ஆமென். கர்த்தர் அனுப்புகிறதான சில செக்குகள் அது என்னுடைய ஹெவன்லி அக்கவுண்ட்ல டிரான்ஸ்ஃபர் ஆகும். ஆமென். അതുകൊണ്ട് നിങ്ങളുടെ ആമേൻ ബി കെയർഫുൾ. அதனால உங்களுடைய ஆமென் என்று சொல்வது ரொம்ப கேர்ஃபுல்லா இருக்க ഓ, வேண்டும். നിങ്ങൾ എല്ലാത്തിനും ആമേൻ പറയരുത്. எல்லாவற்றுக்கும் நீங்க ஆமென் சொல்லக்கூடாது. ആമേൻ. എല്ലാത്തിനും ആമേൻ പറയരുത്. எல்லாவற்றுக்கும் ஆமென் சொல்லக்கூடாது. ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രം ആമേൻ പറഞ്ഞാട്ടെ. காட்ஸ் வாய்ஸுக்கு மட்டும் நீங்க ஆமென் சொல்லுங்க. കാരണം എന്താണോ നിങ്ങൾ ആമേൻ പറയുന്നത് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. நீங்க எதற்கு ஆமென் சொல்றீங்களோ அது உங்களுடைய அக்கவுண்ட்ல டிரான்ஸ்ஃபர் ஆகும். എന്തിന് നിങ്ങൾ ആമേൻ പറഞ്ഞാലും അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. எதை நீங்க ஆமென் சொன்னாலும் அது உங்களுடைய அக்கவுண்ட்க்கு டிரான்ஸ்ஃபர் ஆகும். അത് നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാൻസ്ഫർ அது ആകും. உங்களுடைய லைஃபுக்கு டிரான்ஸ்ஃபர் ஆகும். കാരണം നിങ്ങളുടെ ആമേൻ ദാറ്റ് ഈസ് യുവർ സിഗ്നേച്ചർ. உங்களுடைய ஆமென் அது உங்களுடைய சிக்னேச்சரா இருக்கு. ആമേൻ. അതിനൊരു ശക്തിയുണ്ട്, அதுக்கு ஒரு பவர் இருக்கு. അതിനൊരു അതോറിറ്റി ഉണ്ട്. அதுக்கு ஒரு அத்தாரிட்டி இருக்கிறது. ആമേൻ. അതിനെ ചിലതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ട്. சிலதை ஆமென் டிரான்ஸ்ஃபர் பண்ணக்கூடியதான ஒரு ஆமென் കഴിവ് ആമേൻ. അപ്പൊ സ്പിരിച്വൽ റിലത്തിനകത്തുള്ളത്, அப்போ ஆமென் ஸ்பிரிச்சுவல் realத்தில் இருப்பது, ഹെവൻലി റിലത്തിനകത്തുള്ളത് ஹெவன்லி realத்தில் இருப்பது നിങ്ങളുടെ കുടുംബത്തിലേക്ക്, உங்களுடைய നിങ്ങളുടെ குடும்பத்துக்குள்ளாக, ഫിസിക്കൽ റിലത്തിലേക്ക് உங்களுடைய பிசிக்கல் realத்துக்குள்ளாக ട്രാൻസ്ഫർ ചെയ്യുന്ന കീ ആണ്, വേ ആണ് യുവർ ആമേൻ. அதை டிரான்ஸ்ஃபர் பண்ணக்கூடியதான கீ வேதான ஆமென் என்று சொல்வது. ആമേൻ. അത് ദൈവത്തിനൊരു ആമേൻ, ദൈവത്തെ നിങ്ങൾ അനുവദിക്കുന്നതിനും அது தேவனை நீங்க ஆமென் அனுமதிப்பதற்கும், ദൈവത്തോട് നിങ്ങൾ ചേരുന്നതിനും, தேவனிடத்தில் நீங்க இசைந்து இருப்பதற்கும், ആമേൻ, ദൈവത്തെ നിങ്ങൾ ആമേൻ ദൈവത്തിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നതുമാണ് നിങ്ങളുടെ ആമേൻ. ஆமென் கர்த்தரை நீங்க ஆமென் அவரிடத்திலே வருகிற வார்த்தை எக்ரி பண்ணுவதுதான் உங்களுடைய ஆமென். അതുകൊണ്ടാണ് ആമേൻ നിങ്ങളുടെ ആമേൻ ദൈവത്തിന് മഹത്വമായി മാറുന്നത്. ஆதலால் தான் உங்களுடைய ஆமென் அது தேவனுக்கு மகிமையாக ഓ, மாறுவது. ഈ മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ എത്ര ആമേൻ പറഞ്ഞു? ஆமென். இந்த இவ்வளவு நேரத்துல நீங்க எவ்வளவு ஆமென் சொன்னீங்களோ അത്രയും ആമേൻ, അത്രയും പ്രോമിസസുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. அவ்வளோ ப்ராமிசஸ் உங்களுடைய ஹெவன்லி அக்கவுண்டுக்குள்ள டிரான்ஸ்ஃபர் ஆகிறது. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. അതുകൊണ്ട് ഇന്ന് ആ ആത്മിക തലത്തിനകത്തേക്കൊന്ന് കേറിയാട്ടെ. നിങ്ങളുടെ ആമേന്റെ മിസ്റ്ററി ഇന്ന് സ്വർഗം നിങ്ങൾക്ക് തുറന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആ മിസ്റ്ററി ഓഫ് ആമേൻ, അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേർഡ് വായിക്കുമ്പോഴും ഓരോ വാക്തത്വങ്ങൾ വായിക്കുമ്പോഴും ഇൻ ക്രൈസ്റ്റിൽ നിന്നുകൊണ്ട് ബോട്ട്ലി സേ ആമേൻ. தெய்வ பிள்ளைகளே, ஆமெனுடைய ஆமென் அந்த ரகசியம் ட்ரூத் நீங்க புரிந்து கொண்டால், ஆமென், இந்த இரவில ஒவ்வொரு வேர்டு வாசிக்கும் போதும், இன் கிரைஸ்ட்ல நின்று கொண்ட ஒவ்வொரு ப்ராமிஸ் கேட்கும் போதும் உங்களை ஆமெனுக்கு திருப்ப முடியும், சிலதை திருப்ப முடியும். இந்த இரவில் எத்தனை பேர் ஆமென் அதை விசுவசிக்கிறீங்க? ஹalleluya. இந்த இரவில் விசுவசிக்கிறவருடைய வாழ்க்கையில അസാധാരണமான കർത്തരുடைய ക്രിയകൾ നടക്കരുത്. ആമേൻ. അത് പറയുമ്പോൾ ആമേൻ ബെറ്റ്സി കുര്യാക്കോ സിസ്റ്ററെ, ആമേൻ, ചില പ്രോമിസിന്റെ ഫുൾഫിൽമെന്റുകൾ, ആമേൻ, ചിലതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നത് പരിശുദ്ധ
പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. വേഗത്തിൽ ചില മാനിഫെസ്റ്റേഷനുകൾ. അമേൻ, ഹാലലൂയ. അമേൻ. അമേൻ, ശേബാരാജ്ഞി ശലോമോന്റെ അടുക്കൽ വന്നപ്പോൾ അമേൻ ആ ശലോമോന്റെ മാഹാത്മ്യം കണ്ടപ്പോൾ അവൾ ചോദിച്ച ചിലത് അവൾക്ക് ഗ്രാൻഡ് ചെയ്തു. എന്നാൽ ചോദിക്കാത്ത